ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് എന്തോ അസ്വസ്ഥതയായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പെന്തക്കോസ്തുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കാര്യം പറയുന്നത്, ഒരു പാസ്റ്റർ വീട്ടിൽ വരുന്നത് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങ് റിജക്റ്റ് ചെയ്യും, ചിലപ്പം ഞാൻ പൊട്ടിത്തെറിക്കും, ചിലപ്പം മിണ്ടാതിരിക്കും. അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾക്കകത്തൂടാ. ഇങ്ങനെയുള്ള കൺവെൻഷനൊക്കെ അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ പോയിരുന്നാൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് പോയിരിക്കും. ഇങ്ങനെ നടുക്ക് പോയി ഇവരെന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാനാണ് പോയിരിക്കുന്നത്. അന്ന് ഇത് ചിന്തിച്ചുകൊണ്ട് അവിടെ പോയിരുന്നത്. പക്ഷെ ഞാനിങ്ങനെ നേരെ ഇരുന്നപ്പോൾ അന്ന് പ്രസംഗിച്ച ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം നേരെ എന്നെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞ, മോനെ നീ ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും ഇവിടെ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങൾ പൈസ കൊടുത്ത ആളിനെ ഇറക്കി ഇത് പറയിപ്പിക്കാന്നായിരിക്കും നിന്റെ ചിന്ത. കറക്റ്റ് അതേ വേർഡ് ഞാൻ ചിന്തിച്ചതല്ല പറയുന്നത്. അതുപോലെ പറഞ്ഞപ്പം അതെനിക്കൊന്ന് മുടക്കി. ഈ ഇറച്ചി മീനും മുട്ടയും കഴിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. അപ്പം അവരുടെ കൂടെ പോയാൽ അപ്പോൾ പറയാം, അവരോട് ചേർന്നാൽ നീ ഇറച്ചി മീനും മുട്ടയും തിന്നുന്നവളായി തീരും. കാര്യം നമ്മുടെ ഈ ഒരു മദ്യപാനിക്ക് ഒരു മദ്യപാനിയെ കിട്ടുക, അല്ലെങ്കിൽ ഒരു വെള്ളം അടിക്കാത്തവനെ കിട്ടിയാൽ അവനെ എങ്ങനെങ്കിലും മദ്യപാനി ആക്കുന്നത് പോലാണ് ഇവർ ഇറച്ചി മീനും മുട്ടയും കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അപ്പയുടെ മനസ്സിലെ ഇത്. അന്നേരം എൻ്റെ അച്ഛൻ പറയും, മോളെ ഈ പാട്ടുകളൊന്നും നമ്മളിവിടെ പാടല്ലേ, ഈ പാട്ട് നമ്മുടെ വല്യപ്പച്ച ചെയ്ത 100-500 പാട്ടുകളുണ്ട്, എന്തു നല്ല അർത്ഥവത്തായ പാട്ടുകളാ, ഇതിന് വല്ല അർത്ഥമുണ്ടോ? രോഗം മാറും, ക്ഷീണം മാറും, പിന്നെ ഇതൊക്കെയാണോ അവരുടെ ശരീര സൗഖ്യത്തിന്? ഇതൊന്നുമല്ല, അന്തരാത്മാവിൽ ഒരു ആത്മാവുണ്ട് എന്ന് വെച്ചാൽ അന്ന് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചുമ്മാ ഇവരുടെ കുറെ അത് മാറും ഇത് മാറും, ഈ പാട്ടൊന്നും തന്നെയല്ല, ഒരു വെസ്റ്റേൺ സ്റ്റൈലാ, ഈ പാട്ടൊന്നും ഇവിടെ പാടണ്ട. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ തലയ്ക്ക് സ്നാനപ്പെടുത്തി. അത് ഞാൻ അങ്ങനെ കർത്താവിനോട് പറഞ്ഞേ, കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്നാനപ്പെടണം. കാരണം ഞാൻ ഇദ്ദേഹത്തെ ധിക്കരിച്ചു, ഇദ്ദേഹത്തോട് അനുസരണക്കേട് കാണിച്ചു പോയി എന്ന് വരല്, ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് നീ സ്നാനപ്പെടുത്തണം കർത്താവ് എന്ന് പറഞ്ഞു. ആ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് ഞങ്ങൾ കയറിയപ്പോൾ എല്ലാവർക്കും സ്നാനം കഴിഞ്ഞ് തോർത്ത് കൊടുക്കുന്നു. അത് തോർത്ത് കൊടുക്കുന്നു, ടവല് കൊടുക്കുന്നു തുടയ്ക്കാൻ, അവർക്ക് അവരെ സേഫായിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഒരു ബൈക്ക് മാത്രമുണ്ട്. സ്നാനപ്പെട്ടിട്ട് ഞങ്ങൾ ആ കോഴഞ്ചേരി പാലത്തെ കൂടെ രണ്ടുപേരും കൂടെ വിട്ടടിച്ചങ്ങ് പോയി. വീട്ടിലോട്ട് ഞങ്ങൾ എല്ലാവരോടും ബായ് പറഞ്ഞിട്ട്. ചരിത്രത്തിൽ അത് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടായിരുന്നു. കാരണം എല്ലാവരും ഡ്രസ്സോട് കൂടിയല്ലേ പോകുന്നത്. ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഇല്ലല്ലോ, എന്നാ പിന്നെ എന്തായാലും വീട്ടിൽ പെട്ടെന്ന് ചെല്ലും. അന്ന് ഞങ്ങൾ മാരാമണ് താമസിക്കുന്ന സമയം. അങ്ങനെ ഞങ്ങള് ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഈ കോഴഞ്ചേരി പാല ടൗണിൽ കൂടെ തന്നെ വീട്ടിൽ ചെന്ന് കയറി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പൊ ഈ കർണാടക ഭാഷയൊക്കെ അന്തിച്ചു പോയി. കാരണം എപ്പോഴും വരികയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമല്ലേ. അപ്പൊ അവർക്ക് പോലും ഒരു ഇന്നാണെ നമുക്കത് വിഷമമായനെയോ, പാവം പാസ്റ്റങ്ങളെ കൊണ്ട് സ്നാനപ്പെടുത്തിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്ത വന്നേ. അന്ന് അതൊന്നും അറിയത്തില്ല. പക്ഷെ അന്നായിരുന്നു കർത്താവിന്റെ ടൈം. ഭാര്യ യോനാച്ചൻ അപ്പച്ചൻ വന്ന് പ്രവചിച്ചു, ഇതൊരു ലേവി കുടുംബമാണ്, 4 മക്കളും ശുശ്രൂഷ, ഇതൊരു പ്രസ്ഥാനമായി മാറും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഇപ്പം നിവൃത്തി ആയിക്കൊണ്ടേയിരിക്കും. അപ്പച്ചൻ്റെ വാക്തത്വം ആ കർത്താവ് അപ്പച്ചനിൽ കൂടി സംസാരിച്ചതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഓരോന്നോരോ നിറവടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ പാസ്റ്റേഴ്സൊക്കെ വരുമ്പോഴേ ഞങ്ങൾ മാത്രം വിശ്വാസം വന്നത്. അന്ന് ഇദ്ദേഹം ഒരു 3 കുറി ഇട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞയും കറുപ്പും ചുമപ്പും. ചുമപ്പ് ദേവിയുടെയും മഞ്ഞ ഗണപതിയുടെ, അല്ല നാഗത്തിൻ്റെയും പിന്നെ കറുപ്പ് ഗണപതിയുടെയും. അങ്ങനെ 3 കുറി ഇല്ലാതെ ഇദ്ദേഹം പോകത്തില്ല. ഞാൻ പറയും, ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം ഞാൻ പറയും, ഇന്ന് അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക, അതുകൊണ്ട് ദയവായിട്ട് ഈ കുറിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരണേ, പ്ലീസ് എന്നെ ഓർത്തൊന്ന് ചെയ്യണേന്ന് പറഞ്ഞു. അതിനെന്താ ഞാൻ കുറി മാറ്റാമല്ലോ. അപ്പൊ ഇദ്ദേഹം പണ്ടേ ക്ലീൻ ഷേവാ. അപ്പൊ ക്ലീൻ ഷേവ് ആയതുകൊണ്ട് കുറിയും കൂടി ഇട്ടില്ലേ പെന്തക്കോസ് കുടുംബത്തിലോ വന്നേ തോന്നും. അപ്പൊ അതുകൊണ്ട് പിന്നെ അന്ന് പറഞ്ഞപ്പോ എന്തോ അങ്ങ് കേട്ടു. അപ്പം അവിടെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് വരെ ശക്തമായി നടക്കും. അവർക്ക് കഞ്ഞിയും പയറും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളാ. അപ്പം എന്നിട്ട് അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് അവിടുത്തെ ഒരു കർത്താവിന്റെ ദാസൻ ചോദിച്ചു, പാസ്റ്റർ ഇപ്പൊ എത്ര ദിവസമായിട്ട് ഉപവസിക്കുന്നു? കുറെ 21 ദിവസം ഇരിക്കുക ഇല്ലയോ? ഇദ്ദേഹം ഇങ്ങനെ ഒരു വല്ലാത്ത ലെവലിൽ ഒന്നും കൊടുക്കാത്ത ലെവലിൽ, കാരണം അങ്ങനെ ഇരുന്നു. അന്നേരം ഇദ്ദേഹം പാസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അകത്ത് ഇങ്ങനെ തട്ടാൻ തുടങ്ങി, ദൈവം സത്യമാണ്, യേശു ദൈവമാണ്. അന്നേരം ആ മറ്റേ ഭയം ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങ് മാറിപ്പോകുമെങ്കിലും യഥാർത്ഥമായി
യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് യേശു നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ഒരു അന്ധകാര ശക്തി നമ്മളെ തൊടത്തില്ല. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സമീപകാലത്ത് യൂസ്തോസ് ജോസഫിൻ്റെ ഒരു ഗാനം ഒരു ക്ഷേത്രത്തിലെ പ്രോഗ്രാമിൽ പാടിയതും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മലയാളി സമൂഹത്തിൽ ഉണ്ടായ വലിയ വിവാദങ്ങളും നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ന്യൂസിൽ 1-2 വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്താണ് യൂസ്തോസ് ജോസഫിൻ്റെ 5ാം തലമുറയിൽപ്പെട്ട അനുഗ്രഹീതയായ ഒരു ഗായികയെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ കരുണാകരൻ ആണ് ഈ പ്രിയ കുടുംബത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ആയിരിക്കുകയാണ്. യൂസ്തോസ് ജോസഫ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവ മനുഷ്യൻ്റെ പിൻതലമുറയിൽ ജനിച്ച് വളർന്ന് സിജി കിഷോർ എന്നാണ് പേര്, അല്ലേ? അതെ. ഒഫീഷ്യൽ നെയിം വരുമ്പോൾ സാറാമ്മ ജോസഫ്. ആ ജോസഫ് എനിക്ക് തോന്നുന്നത് പിന്നെ യൂസ്തോസ് ജോസഫിൻ്റെ ആ ജോസഫാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലേ? ഓക്കെ, കിഷോർ പാസ്റ്റർ പശ്ചാത്തലം ഒന്ന് പറഞ്ഞേ. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് കുളത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, പുനലൂരിനടുത്ത് കുളത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ മാതാപിതാക്കൾ, ഞങ്ങൾ 9 മക്കളാണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലമാണ് ഞങ്ങളുടേത്. മാതാപിതാക്കൾ മരിച്ചുപോയി. ഇപ്പം ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അതിൽ 8ാമത്തെ മകനാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലവും ഒരു സംഗീത കുടുംബമായിരുന്നു. അങ്ങനെ ഭാഗവതരുടെ കുടുംബമായിരുന്നു. ഒരു ഭാഗവതര ഒരു പശ്ചാത്തലമായിരുന്നു ഞങ്ങളുടെ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സംഗീതം ആധികാരികമായി പഠിക്കാനായിട്ട് തിരുവനന്തപുരം സ്വാതിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ് ആ കോളേജിൽ പോയി പഠിക്കുകയും അങ്ങനെ ഒരു 7 വർഷക്കാലം അവിടുത്തെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു അധ്യാപകനായിട്ട് ഇങ്ങനെ ജോലിയിൽ മ്യൂസിക് അധ്യാപകനായിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതങ്ങനെ കച്ചേരികളുമായിട്ടും മ്യൂസിക് സ്കൂളുമായിട്ടൊക്കെ അങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന്, ഇദ്ദേഹം സംഗീത അധ്യാപികയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് സംഗീത അധ്യാപിക എന്ന് പറയുമ്പോൾ ഈ അവിടെ പഠിച്ചാണോ? ഞാനും ശ്രീ സ്വാതിരുനാൾ സംഗീത കോളേജിലാണ് പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നതും അങ്ങനെ വിവാഹം നടക്കുന്നതും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഈ കുളത്തുപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പത്തനംതിട്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട് പത്തനംതിട്ട ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം എന്നാൽ കോഴഞ്ചേരി പ്രദേശത്ത് ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുകയും ഞങ്ങളൊരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അങ്ങനെ സ്കൂള് നടത്തി. അത് കർണാട്ടിക് മ്യൂസിക്കാണ് ഞങ്ങൾ ബേസിക്കലി പഠിപ്പിക്കുന്നത്. കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പശ്ചാത്തലമായിട്ട് ബന്ധമുള്ള ആ ഒരു അവരുടെ ദൈവങ്ങളെ സ്തുതിക്കുന്ന പിന്നെ സാഹിത്യങ്ങളൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു 600 പിള്ളേർ ഞങ്ങൾക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നു. 2ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് മുതൽ 70 വയസ്സുള്ള സ്റ്റുഡൻസാണ് വന്ന് പഠിക്കുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രോഗ്രാംസ് ഒത്തിരി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് CD ഒക്കെ ഉള്ള കാലഘട്ടമാണ്. അങ്ങനെ ഒത്തിരി CD വർക്കുകൾ, പിന്നെ ക്ഷേത്രങ്ങളിൽ സംഗീത കച്ചേരി നടത്തുന്ന ഒരു ടീം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഒത്തിരി പാസ്റ്റേഴ്സുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. കാരണം വൈഫിന്റെ വീട്ടുകാരുടെ വിശ്വാസത്തിൽ വന്ന നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ നിങ്ങളുടെ ആ ഈ മ്യൂസിക് അല്ലെങ്കിൽ ഈ പത്തനംതിട്ടയിൽ താമസിച്ചുകൊണ്ട് മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു. കച്ചേരികൾ പോകുന്നു. ആ കാലത്ത് ഈ പൊതുവേദികളിലൊക്കെ പ്രോഗ്രാംസ് ക്ഷണിക്കപ്പെട്ട സദസ്സുകൾ, ക്ഷേത്രങ്ങളിലൊക്കെ, TV ചാനലുകളിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. കേരളത്തിലെ പ്രമുഖ ചാനലുകൾ. അന്ന് അറിയപ്പെടുന്നത് കിഷോർ അല്ല, അന്ന് അറിയപ്പെടുന്ന കൃഷ്ണേന്ദുകുമാർ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം. ആ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കിഷോർ എന്ന് പറഞ്ഞ എന്റെ വീട്ടിലെ വിളിപ്പേരാണ്. അപ്പൊ പക്ഷെ വിശ്വാസത്തിൽ വന്നപ്പോഴാണ് മറ്റേ പേര് ഇല്ലാതായില്ല, പേര് മാറ്റിയൊന്നുമില്ല. പക്ഷെ ഈ വിളിപ്പേര് കുറച്ചുകൂടെ എല്ലാവർക്കും വിളിക്കാനുള്ളൊരു സൗകര്യമാണ്. കൃഷ്ണേന്ദുകുമാർ അങ്ങനെയാണ് പേര്. അപ്പൊ അങ്ങനെയാണ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരുപാട് പല മേഖലയിലുള്ള ആൾക്കാർ വന്ന് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു.
അതങ്ങനെ നല്ലതുപോലെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഈ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വരുവാനിടയായത്. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് പിന്നെ സിജിയിലേക്ക് ഒന്ന് വരട്ടെ. അതായത് ഈ നിങ്ങളുടെ ഫാമിലി ശരിക്ക് ഈ 5ാം തലമുറയിൽ യൂസ്തോസ് ജോസഫിൻ്റെ 5ാം തലമുറ. അതെ. നിങ്ങളുടെ വിശ്വാസം എന്തുവായിരുന്നു ആ സമയത്ത്? ശരിക്കും യൂസ്തോസ് ജോസഫിൻ്റെ സഭ എന്ന് പറയുന്ന യുയോമയ സഭ എന്ന് പറയുന്നൊരു സഭയായിരുന്നു. ആ സഭയിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പേരൻസ് ആ സഭയാണ്. എന്ന് വെച്ചാൽ അവിടെ ശരിക്കും ഒരു ക്രിസ്ത്യൻ ലേബൽ ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവത്തിനകത്ത് ശരിക്കും എൻ്റെ ഫാദർ, ഇപ്പോൾ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പ മരിച്ചുപോയി, 2010 മരിച്ചുപോയി. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, അവര് ശുശ്രൂഷയിലാണ്. എൻ്റെ സിസ്റ്ററുണ്ട്, അദ്ദേഹവും ശുശ്രൂഷയിലാണ്. അമ്മയും ഇപ്പോൾ ഉണ്ട്. അമ്മയ്ക്കിപ്പം 86 വയസ്സ് ഈ മെയിലാവും. ഈ മെയ് 86 വയസ്സാണ്. അമ്മയുടെ ഫാമിലിയിൽ അത്ര പാട്ടുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല. അപ്പ ഫാമിലിയാണ് പാട്ടുകാരൻ. അമ്മയും അതെ അതെ, അവർ 1-2 ജനറേഷൻ. അമ്മ ഈ താഴെയിൽ കുടുംബം എന്ന് പറയുന്നത് മിക്കവാറും അമ്മയെ എല്ലാവർക്കും അറിയാം. താഴെയിൽ അമ്മ ഫാമിലി എന്ന് പറയുന്നത് കുരുടാമണ്ണിൽ ഫാമിലിയിലുള്ളതാണ്. അമ്മയുടെ അപ്പ ഫാമിലിയാണ് താഴെയിൽ. എൻ്റെ ഫാദർ ഫാമിലിയാണ് യൂസ്തോസ് ജോസഫിൻ്റെ കുടുംബത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബമാണ്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് മഞ്ഞപ്ര എന്ന ഗ്രാമത്തിലാണ് അവർ വന്ന് കുടിയേറി താമസിച്ചത്. ഈ പല ചാനലുകളിലും ലോകത്തിങ്ങനെ പല ചാനലുകളിൽ സംസാരിക്കുമ്പോൾ അതിനൊത്തിരി വ്യത്യാസം വരുന്നുണ്ട് പറയുന്നത്. അത് ഒറിജിനലായിട്ട് എനിക്ക് ലോകത്തോടൊന്ന് പറയണമെന്നും ഒരാഗ്രഹമുള്ളപ്പോൾ കൃപയാൽ കർത്താവിൻ്റെ ദാസനെ ദൈവം കണക്ട് ചെയ്തതുകൊണ്ട് ആ ഉള്ള സത്യങ്ങളൊക്കെ UMA സഭ എന്താണെന്നും വിദ്വാൻകുട്ടിയപ്പച്ചൻ ആരാണെന്നും അല്ലെ അതിനെക്കുറിച്ച് കുറച്ച് സത്യം കാര്യങ്ങൾ പലർക്കും സംശയത്തോട് പറയുന്നതൊക്കെ ഒന്ന് കൺഫേം ആക്കാനുള്ള ഒരു വേദിയും കൂടെ ആണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബമായിരുന്നു രാമപ്പട്ടർ എന്ന് പറയും. രാമപ്പട്ടർ പാലക്കാട് മഞ്ഞപ്ര എന്ന ഗ്രാമത്തിൽ വന്നു. അവിടെ വന്ന് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവിതാംകൂറിൽ, അതായത് നമ്മുടെ ശാസ്താംകോട്ടയിൽ വസ്ത്രവ്യാപാരത്തിന് വേണ്ടി വന്നതാണ്. വസ്ത്രവ്യാപാരത്തിന് വേണ്ടി വന്ന് രാമപ്പട്ടർക്ക് ഒരു മോനുണ്ടായിരുന്നു, സുധൻ എന്ന് പറയും. സുധന് 2 മക്കളുണ്ടായി. അത് ഒന്ന് രാമനെന്നും 2 വെങ്കടേശ്വരനും. അപ്പൊ ഈ വെങ്കടേശ്വരന് 6 മക്കളുണ്ടായിരുന്നു. അതിൽ 1ാമത്തെ മോനാണ് രാമയ്യർ, അല്ലെങ്കിൽ വിദ്വാൻകുട്ടി, അല്ലെങ്കിൽ യൂസ്തോസ് ജോസഫ്. അവിടെ ഒരു നിർത്തിയിട്ട്, അതായത് ഈ രാമയ്യർ എന്നുള്ള ബാലന് ഈ വിദ്വാൻകുട്ടി എന്ന പേര് വരുന്നതിന്റെ ഒറിജിനൽ എങ്ങനെയാണെന്ന് അറിയാമോ? ശരിക്കും തിരുവിതാംകൂർ ഈ രാജകൊട്ടാരത്തില് ശ്രീ സ്വാതിനാൾ മഹാരാജാവിന്റെ ആ കാലഘട്ടത്തിൽ 1800 കാലഘട്ടത്തില് രാജകൊട്ടാരത്തിൽ ഒരു ഭയങ്കര സംഗീതജ്ഞനായിരുന്നു വല്യപ്പച്ചൻ. അപ്പം അവിടെ അന്ന് ത്യാഗരാജ സ്വാമികള്, സ്വാതിനാൾ മഹാരാജാവ്, അങ്ങനെ ഭയങ്കര സംഗീതജ്ഞന്മാരുള്ള കാലഘട്ടത്തിൽ തന്നെ കിടപിടിക്കുന്ന നല്ല ഒരു സംസ്കൃത പണ്ഡിതനും സംഗീതജ്ഞനുമായിരുന്നു വല്യപ്പച്ചൻ. അപ്പം ആ സമയത്ത് ഭയങ്കര നല്ല സംഗീത സദസ്സ് ഇങ്ങനെ നടക്കുക. അപ്പൊ അദ്ദേഹം അവിടുത്തെ വലിയ പ്രഗത്ഭനായ സംഗീതജ്ഞനാണ്, കൊട്ടാരത്തിലെ സംഗീതജ്ഞനാണ്. ആ സമയത്ത് രാജാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ നല്ലൊരു സംഗീത കച്ചേരിയാണ് നടക്കുന്നത്, ഇവിടെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഈ കച്ചേരി കേൾക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആരും ബലേ പറയുകയോ അല്ലെങ്കിൽ പിന്നെ ഒന്നും ഒരു കമന്റ് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കരുത്, സ്വസ്ഥമായിട്ട് ഈ കച്ചേരി ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കച്ചേരി ഇങ്ങനെ ശക്തമായിട്ട് നടന്നു വന്നുകൊണ്ട് ഇങ്ങനെ നല്ലതായിട്ട് നടക്കുക കച്ചേരി നടക്കുന്നപ്പം നമ്മുടെ വല്യപ്പച്ചനും അതിനകത്തുണ്ട്. അപ്പം അദ്ദേഹം ഈ കച്ചേരിയുടെ മൂർധന്യ അവസ്ഥയെ പറഞ്ഞു, തല പോയാലും ബലേന്ന് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാല് എന്റെ തല പോയാലും
ഈ കച്ചേരി ബലയെന്ന് പറഞ്ഞു. ബലയെന്ന് പറഞ്ഞു, തലേ പോയാലും ബലയെന്ന് പറഞ്ഞു. നമ്മൾ ഈ ബലേ പറയുമല്ലോ, കച്ചേരി ബലേവേഷ് എന്ന് പറയും. അപ്പൊ തല പോയാലും ബലയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞേടാ നീ ആ വിദ്വാൻ കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഇട്ട പേരാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ, അതായത് അവരിങ്ങനെ തലമുറകളായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലേ. നമ്മുടെ വീട്ടിലിപ്പം നമ്മുടെ മക്കളും കൊച്ചുമക്കളും നമ്മൾ പറയുന്നതല്ലേ അവരുടെ ട്രഡീഷണൽ ആയിട്ട് പറയുന്നു. അപ്പം പക്ഷെ പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷേ റിയലി ഇതാണെന്നാണ് എൻ്റെ വല്യപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വന്ന ഈ ജനറേഷനിൽ അതല്പം ചരിത്രം പറയണോ? ഓക്കെ. അപ്പം അങ്ങനെ ആയിരുന്ന ഈ 6 മക്കളുള്ളതിൽ ഈ രാമഭട്ടർക്ക് 6 കൊച്ചുമക്കളായി. അപ്പം അതിൽ മൂത്ത മോനാണ് രാമയ്യർ എന്ന് പറയുന്നത്. ഈ രാമയ്യർ പിന്നെ കുഞ്ഞാണ്ടി വൈദ്യർ എന്ന് പറഞ്ഞ ഒരു വൈദ്യരുണ്ടായിരുന്നു. ആ വൈദ്യരുടെ വീട്ടിൽ നിന്ന് ഒരു ബൈബിള് കിട്ടി. ബൈബിള് കിട്ടിയപ്പോൾ അമ്മച്ചി നല്ല വിദ്വാൻകുട്ടി അപ്പച്ചൻ്റെ അമ്മ നല്ല ബൈബിളിനോട് വായിക്കാൻ തുടങ്ങുകയും അതിനെക്കുറിച്ച് ഭയങ്കര ഒരു സന്തോഷമുണ്ടാകുകയും അങ്ങനെ ഒരു പരിശുദ്ധാത്മ പ്രേരണ ഉണ്ടാകുകയും അപ്പോൾ തന്നെ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന ഒരു മിഷണറി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം അദ്ദേഹം പിന്നെ ഈ വിദ്വാൻ കുട്ടിയപ്പച്ചനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാകാനും അദ്ദേഹം ശരിക്കും യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം സ്ഥാപിക്കാനും ഇടയായി. പക്ഷേ നേരത്തെ ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവർ വസ്ത്രവ്യാപാരത്തിന് വന്നു. ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകാൻ ബ്രാഹ്മിൺസിന് എന്ന് വെച്ചാൽ അയ്യർ എന്ന് പറയുമ്പോൾ ഹിന്ദുസിലെ ഏറ്റവും ടോപ്പ് ഫാമിലിയാണ് ബ്രാഹ്മിൺസിലെ ഏറ്റവും ടോപ്പാണ് അയ്യർ. തമിഴ്നാട്ടിലൊക്കെ അയ്യങ്കാർ എന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരിക്കലും ക്രിസ്ത്യാനികളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വല്ലാത്ത ഉച്ചനീചത്വമുള്ളൊരു കാലഘട്ടമാണ്. ആ സമയത്താണ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കാണാൻ കഴിഞ്ഞെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ മഹാദയ ഞാൻ ഓർക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറി സ്നാനപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഈ ജോസഫ് എന്ന പേര് വരാൻ കാരണം. അങ്ങനെയാണ് അവിടെ മുതൽ ചോദ്യം കൂടെ ചോദിക്കുന്നത്. അതായത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത് പിന്നെയും വായിക്കാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് പിന്നെയും വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വിദ്വാൻകുട്ടിയുടെ അമ്മയ്ക്ക് ഒരു രോഗം വന്നു. ആ രോഗത്തിന് പിന്നെ കൊല്ലം ഭാഗത്തുള്ള ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വിടുതൽ കിട്ടിയ ഒരു കഥയുണ്ട്. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, ഇനിയും ഉണ്ടാകരുതെന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും അമ്മച്ചിക്ക് ഒരു ബൈബിള് കിട്ടി. അങ്ങനെ കിട്ടിയത് മുഖാന്തരമാണ് ഞാൻ പറഞ്ഞ കഥയില്, ഞാൻ വായിച്ചറിഞ്ഞ കഥയില് ഇങ്ങനെ കൊല്ലം ഭാഗത്തുള്ള ഒരു പള്ളിയിൽ, ഒരു മാതാവിന്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഈ രോഗസൗഖ്യം ഉണ്ടായി. അല്ല, അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യത കുറവാണ്. കാരണം കുഞ്ഞാണ്ടി വൈദ്യർ എന്ന് പറയുന്ന ഒരു തേവലക്കരയിലെ ഒരു വൈദ്യർ ഫാമിലിയിൽ നിന്നാണ് ഈ ബൈബിള് വായിക്കാൻ കൊടുക്കുക. അങ്ങനെ ബൈബിള് വായിച്ചു എന്ന് ആണ് എനിക്ക് ട്രഡീഷണലായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അങ്ങനെ സ്നാനമൊക്കെ കഴിഞ്ഞ് CMS ആയിരുന്നു അന്ന്. ഇന്നലെ CSI. അപ്പം CMS ചർച്ചിൽ പോകുകയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അച്ഛനായി. പക്ഷെങ്കിൽ ആ അച്ഛനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ പരിശുദ്ധാത്മാവ് ഭയങ്കര നിറവായിരുന്നു. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആ ഒരു അച്ചമ്പട്ടത്തിനകത്തോ അല്ലെങ്കിൽ ആ CSIക്കകത്തോ പറ്റുന്നില്ല. അത്യന്ത ശക്തി വ്യാപരിക്കുമ്പോൾ സകല ബൗണ്ടറികളും പൊട്ടി മാറുമല്ലോ. അപ്പം പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ നമ്മുടെ വ്യക്തിത്വം മാറി പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം വലിയ നമ്മുടെ അകത്ത് വെളിപ്പെടും. അപ്പം ആ വ്യക്തിത്വം അകത്ത് വെളിപ്പെട്ടപ്പോൾ അപ്പച്ചന് നിൽക്കാൻ കഴിയാത്ത ഒരു അന്യഭാഷ ശക്തിയോട് അന്യഭാഷയിൽ പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായി. ഓക്കെ, നമുക്കിത് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് ഒന്നും കൂടെ തിരിച്ചു പോകാം. അതായത് സിജി കിഷോറിന്റെ
ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം, അതെ ആ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് എന്ത് ഡൈവേർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ പിന്നെ ദ്വാൻകുട്ടിയുടെ ലൈഫും ആ സ്റ്റോറിയും കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം പറയണം. അപ്പൊ തന്നെ നിങ്ങൾ എങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് നിങ്ങളുടെ കുടുംബം. അതെ 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 അത് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അമ്മ ഇപ്പോൾ ഉണ്ട്, 2 അച്ചാച്ചന്മാരും അനിയത്തിയും ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. അറിവായ കാലം മുതൽ എൻ്റെ അപ്പയുടെ വീട് കായംകുളമാണ്. ശരിക്കും എനിക്ക് കായംകുളം എന്ന് പറയാനാണ് ഇഷ്ടം, കാരണം എൻ്റെ അപ്പൻ്റെ വീട് കായംകുളം. എലന്തൂർ എൻ്റെ അമ്മ വീടാണ്. ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ല, എങ്കിലും എനിക്ക് മെയിൻ ഞാൻ കായംകുളത്താണ് വളർന്നത്. കായംകുളം ഭാഗത്ത് ഇപ്പോഴും ഈ സഭയിലെ മെമ്പേഴ്സ് ഉണ്ട്. മങ്കുഴി ഭാഗം, 1-ാം കുറ്റി, 2-ാം കുറ്റി, 3-ാം കുറ്റി എന്നൊക്കെ പറയാം, കറ്റാണത്തിന് ഇപ്പുറം ആ ഭാഗത്ത് എനിക്ക് കുറച്ച് ഫാമിലി ഉണ്ട്. അവിടെ ഇപ്പം അതിൻ്റെ ഒരു ആസ്ഥാനമായി ഒരു മഠമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് നമ്മുടെ ഈ ആലയം പോലെ അവരുടെ മഠമെന്നാണ് പറയുന്നത്. പണ്ടത്തെ ആ മഠമെന്ന് പറയുമല്ലോ, അപ്പം ആ മഠം ഇപ്പോൾ ഒരു മഠം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഒരു സന്തോഷത്തിന്. അപ്പം അവിടെ കായംകുളത്താണ് എൻ്റെ അച്ഛൻ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട്, എൻ്റെ അച്ഛൻ അമ്മ റിയലി അങ്ങനായിരുന്നു. എൻ്റെ അറിവായ കാലം മുതൽ അച്ഛൻ എന്നെ മോളെ എല്ലാ മതവും ഒന്നാ. അപ്പം നമ്മൾ അച്ഛന് കൂടുതലും ചായ്വ് ക്ഷേത്രങ്ങളിലുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധമാണ്. അപ്പം ക്ഷേത്രങ്ങളിലൊക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പം നമ്മളിപ്പം ഇപ്പോൾ ഒരു മർത്തോമായിലോ അല്ലെ ഓർത്തഡോക്സിലോ അല്ലെ ഹിന്ദുവിലോ ആരെന്ന് പറഞ്ഞാലും അവർക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ ഒരു വിശ്വാസമുണ്ടല്ലോ. അപ്പം എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് ആ ബ്രാഹ്മിൺസിലോട്ട് പിന്നെയും അതെ അതെ എനിക്ക് ആ ജീനിന്റെ ആയിരിക്കാം എന്തോ എനിക്കറിയത്തില്ല, ബ്രാഹ്മിൺസിനോടുള്ള ഇതാ. അച്ഛനപ്പം മതപ്രസംഗത്തിന് പോകും, ക്ഷേത്രങ്ങളിൽ മതപ്രസംഗം നടത്താൻ പോകും. ഭയങ്കര അറിവുള്ള മനുഷ്യനായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര അറിവ് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഒത്തിരി പേർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളായിരുന്നു. ഇനി മഹാഭാരതവും രാമായണത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും അച്ഛന് ശരിക്കും ഒരു ഖാദി ബോർഡില് പിന്നെ ഇൻസ്ട്രക്ഷനായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ഒരു അധ്യാപകനായിരുന്നു ആദ്യം ഖാദി ബോർഡ്, നല്ല ജോലി. പിന്നെ മലബാറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഗാന്ധി സ്മാരക നിധി തിരുവനന്തപുരത്ത് ചെയർമാനായിട്ട് റിട്ടയർ ആയി. പക്ഷെ എൻ്റെ അച്ഛന് ആ സമയത്ത് അത് രാജിവെച്ചായിരുന്നു. കാര്യം അമ്മ പോസ്റ്റ് മിസ്സസ് ആയിരുന്നു. അപ്പം അച്ഛനും അമ്മയും 2 സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെ നോക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ അമ്മ പോസ്റ്റ് മിസ്സസ് ആയിട്ട് എലന്തൂര് പുന്നക്കാട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. എലന്തൂർ പരിയാരത്തിരുന്നിട്ടുണ്ട്. പരിയാരത്താണ് ലാസ്റ്റ് റിട്ടയർമെന്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അച്ഛന് കായംകുളത്ത് ഇങ്ങനെ കുറച്ച് അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലും ഒരു ചെറിയ ഹിസ്റ്ററി ഉണ്ട്. കഥയല്ല, ചരിത്രമാണ്. അപ്പം അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പം അവിടുത്തെ ഒരു ജന്മിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഏകദേശം 10-24 ഏക്കർ വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനുണ്ടായ മോനാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. ആ അച്ഛന് നിങ്ങൾ ഈ യേശുവിനെ കണ്ടിട്ട്, ഈ ദൈവത്തെ കണ്ടിട്ട് നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ, ഈ തലമുറയായിട്ട് ഇങ്ങനെ വന്ന് ശക്തമായൊരു ഉണർവ് നടന്ന ഒരു കുടുംബത്തിനകത്തു നിന്ന്, ആ കൂട്ടുകുടുംബത്തിനകത്തു നിന്ന് പുറത്ത് വന്ന് കർത്താവിനെ നിങ്ങൾ കണ്ടിട്ട് പിന്നെയും നിങ്ങൾ പുറമോട്ട് പോയാൽ നിങ്ങൾ ഈ 24 ഏക്കറിൽ 1 സെന്റ് പോലും ഇല്ലാതെ എല്ലാം ഉന്മൂലനാശം വന്ന് എല്ലാം ഉമ്മം കുരുക്കുവെന്ന് ഒരു പ്രവാചകൻ വന്ന് വല്യപ്പച്ചനോട് പറഞ്ഞു. അപ്പൊ വല്യപ്പച്ചൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം തട്ടി. ആ ഭയം തട്ടിയപ്പോ ഒറ്റ മോനേ ഉള്ളൂ. പിന്നെ ആ മോനും പിന്നെ കുറെ പെങ്ങന്മാരുണ്ട്. അപ്പം ആ മോന് ആയിരുന്ന സമയത്ത് പറഞ്ഞു, എന്നാൽ പ്രാർത്ഥന ആലയത്തിന് വേണ്ടി കുറച്ച് സ്ഥലം കൊടുത്തേക്കാം എന്നാ വല്യപ്പച്ചൻ നേർന്നു. ഈ അപ്പച്ചൻ അറിയുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം പക്ഷെങ്കിൽ അതൊന്നും നിവൃത്തിയായില്ല. എൻ്റെ വല്യപ്പച്ചൻ്റെ, അതായത് എൻ്റെ അപ്പയുടെ അമ്മ, അപ്പയുടെ കുഞ്ഞിലെ മരിച്ചുപോയി. 5 വയസ്സുള്ളപ്പോഴെങ്ങാണ്ട് മരിച്ചു പോയപ്പോൾ ഈ അപ്പയുടെ മാവിയെ, അതായത് ഈ വല്യപ്പച്ചൻ്റെ ഒറ്റ മോനുള്ള ആളിൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന എലന്തൂർ താഴയിലാണ്. ആ കല്യാണം കഴിച്ചിരിക്കുന്ന ആ താഴയിൽ കെട്ടിച്ചപ്പോൾ തന്നെ ആ മാവി അവിടെ ഉണ്ട്. അവിടെ ഉള്ളപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ ഈ
കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പയും എല്ലാം കൊണ്ട് അവർ കായംകുളത്തുനിന്ന് എടാ നീ അവിടെ തന്നെ താമസിക്കും, നിൻ്റെ വൈഫില്ലല്ലോ, നീ ഇനി ഇവിടെ വന്ന് താമസിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ അപ്പ പറഞ്ഞത് ചരിത്രമാണ് ഞാനീ പറയുന്നത്. ഒരു 3 കാളവണ്ടി സാധനവുമായിട്ട് എലന്തൂര് വീട്ടിലോട്ട് വന്ന് അപ്പോൾ ആ 10-24 ഏക്കർ വസ്തു അങ്ങനെ കിടക്കുക. അതെല്ലാം വല്ലവരും ഒക്കെ കൊണ്ടുപോയി പാട്ടത്തിനൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ അത് അന്യാധീനപ്പെട്ടു പോയിട്ട് അവസാനം എൻ്റെ അപ്പ എന്തോ മേജർ മൈനർ എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ ഒരു ടൈമിൽ അപ്പ എറണാകുളം വരെ കേസ് പറഞ്ഞ് പോയി 3.5 ഏക്കർ തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്തതാണ് ഈ ദിവസങ്ങൾ വരെ ഞങ്ങൾക്ക് കായംകുളത്ത് 3.5. അപ്പം ഞങ്ങൾ ഇപ്പോഴും ചെല്ലുമ്പോഴും എന്നെ പറയുന്ന പെരുമ്പള്ളിത്തറയിലെ കുഞ്ഞ് വരുന്നുണ്ടെന്ന്. നമ്മുടെ ആ ഇത് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് ക്ഷയിച്ചു പോകാൻ ഇസ്രായേൽ മക്കളെ എന്തുകൊണ്ടാണ് പ്രവാസത്തിന് അയച്ചത്? ഇസ്രായേൽ മക്കള് അനുസരണക്കേട് കാണിച്ചപ്പോഴല്ലേ പ്രവാസത്തിന് അയക്കേണ്ടി വന്നത്. എന്നാൽ അവർക്ക് അതൊരു നല്ല ഒരു നന്മയിലേക്ക് പോകാൻ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോഴല്ലേ അവർക്ക് കനാൻ ദേശം കാണാൻ ഇടയായത്. അപ്പം ഈ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് ഞങ്ങളുടെ കാലഘട്ടം വരെ ആയപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പയ്ക്ക് യേശുവിനോടും വിശ്വാസമുണ്ട്, എന്നാൽ ഹിന്ദുവിനോടും വിശ്വാസമുണ്ട്. എല്ലാം ഒരുപോലെ എന്ന് വെച്ചാൽ അലിയും ഒന്നാ, ജോസഫും ഒന്നാ, പിന്നെ കൃഷ്ണനും ഒന്നാ, ഇത് 3 ഒന്നാ. അതുകൊണ്ട് നമ്മളതൊന്നും പറയണ്ട. കൂടുതൽ ഒരു സായി ഭക്തനായിരുന്നു എൻ്റെ അപ്പൻ. അപ്പം സായിബാബയുടെ അടുത്ത് പോകുമായിരുന്നു. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയ്യയുടെ എനിക്ക് തോന്നുന്നു ഒരു 90 കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ ഒരു സെക്രട്ടറി ആയിരുന്നു. അവിടുത്തെ മെയിൻ പാട്ട് ഹാർമോണിയം വായിക്കുന്ന ആളിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ അവിടെ ഞാൻ സംഗീത കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ എന്നെ അവിടെ പാടാൻ വള്ളിക്കാവി കൊണ്ടുപോകുമായിരുന്നു. അപ്പം എന്നെ ക്ഷേത്രങ്ങളിലൊക്കെ എൻ്റെ അപ്പ കൊണ്ടുപോകുമായിരുന്നു. അത് കൊണ്ടുപോകാൻ കാരണം അപ്പയ്ക്ക് അങ്ങനൊരു നമ്മളിപ്പം ഞാൻ ഇന്നാ യേശുവിനെ കണ്ടത്. അപ്പം എല്ലാ മനുഷ്യർക്കും ഓരോ കാലഘട്ടമുണ്ട്. വിദ്വാൻ കുട്ടിയപ്പച്ചൻ്റെ കാലഘട്ടത്തിൽ അപ്പച്ചൻ യേശുവിനെ കാണാൻ ഇടയായത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നല്ലേ വന്നത്. അത് പിന്നെയും ഇങ്ങനെ പോയിട്ട് ക്ഷയിച്ച് കോരകുപുത്രന്മാരുടെ കൂട്ട് ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു വരാൻ ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അല്ലാത്തവരൊന്നും ഭോഷന്മാരാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ടല്ലേ കരുണ നമ്മൾ ദീർഘക്ഷമയും മഹാദയും ഉള്ളത് കൊണ്ടാണ് കോരകൂത്തന്മാരോട് തോന്നിയതുപോലെ എന്നോട്. ഞാൻ അതുകൊണ്ട് ആരെയും എനിക്ക് വിധിക്കാൻ കഴിയത്തില്ല. അപ്പോ ഞാൻ എൻ്റെ കൊച്ചിലെ ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പോയപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പം അന്ന് ആ സമയത്ത് പറയാനുള്ള സാവകാശമുണ്ടോ? ഓക്കെ. അപ്പം എൻ്റെ കുഞ്ഞിലെ യേശു ആണോ ദൈവം, കൃഷ്ണനാണോ ദൈവം, മുഹമ്മദിനെ കുറിച്ച് അധികം എനിക്ക് അറിയത്തില്ല. ഈ രണ്ടിലേതാ ദൈവം എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനാണ്. എന്നിട്ട് എൻ്റെ മാവിയോട് എപ്പോഴും ഞാൻ ചോദിക്കും, അപ്പയുടെ പെങ്ങളോട്, അമ്മമ്മ എങ്ങനാ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കേൾക്കുകയും ആ ദൈവത്തെ കാണാനും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മ വശിച്ച ദൈവഭക്തിയായിരുന്നു. പക്ഷെങ്കിൽ അമ്മമ്മ എന്നോട് പറയും, മോള് ദൈവത്തിനടുത്ത് ദൈവമേ എന്നെ രക്ഷിക്കണേ, എൻ്റെ കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞാൽ യേശുപ്പച്ച മോള് സംസാരിക്കും എന്നൊക്കെ പറയും. അന്നേരം അങ്ങനെയൊക്കെ കേട്ടെങ്കിലും അമ്മാമ്മയ്ക്ക് ഒരു സ്ഥിരതയൊന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളെയും പക്ഷെ ഇത്രയും എനിക്കൊന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിനകത്തൊരു ചെറിയ അരണ്ട വെളിച്ചത്തിന് ഇടയായി. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ എല്ലാം അർത്ഥവുമായി ഓർത്തഡോക്സും അങ്ങനെയൊക്കെയുള്ള ഫാമിലിയാണ്. അമ്മയുടെ ഒരു ബ്രദറാണ് ഈശോമാർ തീമോത്തിയോസ് എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞ തിരുമേനി, അതെൻ്റെ അമ്മാച്ചൻ. ഇനി അമ്മയുടെ അമ്മാച്ചനാണ് മാത്യൂസ് തിരുമേനി എന്ന് പറയുന്ന കുരുടാമണി. അപ്പം അവരെല്ലാം ഈ തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള ഒരു വീടാണ് അമ്മയുടെ വീട്. പക്ഷെ അവരും ഇതിലായിരുന്നു, ഈ UMA സഭയിലായിരുന്നു, എങ്കിലും അവരും തിരിച്ച് ഇങ്ങനെ മർത്തോമാ ഓർത്തഡോക്സ് സഭകളിലേക്കൊക്കെ പോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ എലന്തൂര് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ആഴമായിട്ടൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയും. അപ്പം ഞങ്ങൾ 4 മക്കളാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത അച്ചാച്ചൻ യേശുവിനെ കാണാൻ ഇടയായത്
ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു അങ്കിളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അവർ പെന്തക്കോസുകാരായിരുന്നു. പക്ഷെ അതിനു മുമ്പ് എൻ്റെ അനിയത്തിയും ഞാൻ ഈ പെന്തക്കോസുകാരുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ പറയും, സുജിയും ഒരിക്കലും ഒരു കയ്യടി സഹോദരിമാരാകരുത്, ഒരിക്കലും നിങ്ങൾ ഇതിനകത്തങ്ങ് പെട്ടുപോകല്ലേ, പെന്തക്കോസിൽ നിന്നും പോലെ എവിടെ പോയാലും എന്ന് പറയുമായിരുന്നു എൻ്റെ അച്ചാച്ചൻ. പക്ഷെ അച്ചാച്ചൻ ഇന്ന് ഒരു IPCയുടെ നല്ലൊരു പാസ്റ്ററാണ് ബോംബെയിലെ. അപ്പം അച്ചാച്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അച്ചാച്ചൻ അങ്ങ് ആദ്യമേ വിശ്വാസത്തിൽ വന്നപ്പം നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് വാര്യാപുരം ഉണ്ടല്ലോ, യോനാച്ചനപ്പച്ചൻ വീട്ടിൽ വന്ന് പ്രവചിച്ചു, ഇത് 4 മക്കളും ഒരു ലേവി കുടുംബമാണ്, ഇവർ 4 പേരും ശക്തരായ ശുശ്രൂഷകരായി തീരും എന്ന് അന്ന് പ്രവചിച്ചു പറഞ്ഞു. പക്ഷെ അന്ന് അപ്പച്ചൻ പറയുമ്പോഴേ എനിക്കൊരു 10, 15, 12 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ അപ്പച്ചൻ അങ്ങനെ അത്രയും എനിക്ക് ഓർമ്മയില്ല. അപ്പച്ചൻ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു അസ്വസ്ഥതയാ തോന്നിയത്. എനിക്ക് ശരിക്കും ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് എന്തോ അസ്വസ്ഥതയായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പെന്തക്കോസ്തുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പം അവരുടെ ഒരു കാര്യം പറയുന്നത്, ഒരു പാസ്റ്റർ വീട്ടിൽ വരുന്നത് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങ് റിജക്റ്റ് ചെയ്യും, ചിലപ്പം ഞാൻ പൊട്ടിത്തെറിക്കും, ചിലപ്പം മിണ്ടാതിരിക്കും. അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾക്കകത്തൂടാം. അപ്പം ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ എൻ്റെ കൊച്ചിലെ ഞങ്ങളുടെ വീട് തൊട്ടടുത്ത ഒരാൾ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ തൂങ്ങി മരിച്ചപ്പം അതുണ്ടാകാനുള്ള സംഭവം, ചോറ്റാനിക്കര പോകാനുള്ള സംഭവം പറയുന്നത്. അവിടെ ആ ക്ഷേത്രത്തിൽ അവിടെ ആ മരത്തിൽ ഇങ്ങനെ തൂങ്ങി മരിച്ചപ്പം ഞാനാണ് ഫസ്റ്റിലെ കാണുന്നത് ആ മനുഷ്യൻ മരിക്കുന്നത്. അപ്പം മരിച്ചു കിടക്കുന്നു. അപ്പൊ ഈ അവിടുത്തെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി ദേശത്തെല്ലാം നടക്കുക, ഈ ഹസ്ബൻഡ് കാണാതായപ്പം. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ദാണ്ട് ആ ചേട്ടൻ ദാണ്ട് മരത്തിൽ ഇരിപ്പുണ്ട്, ഓടി വാ, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൽ കണ്ട് ഞാൻ അങ്ങ് ഭയന്നു. മരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയന്നു. അതുവരെ ഇരിക്കും, അവിടെ വെറുതെ ഇരിക്കുവാന്നാ ചിന്തിച്ച, എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഭയം തട്ടി. ആ ഭയം തട്ടിയപ്പം പിന്നെ ഞാൻ രാത്രിയാവുന്ന എനിക്ക് പേടിയാ. രാത്രിയാകുമ്പോൾ കട്ടിന്റെ കീഴിൽ ആ ചേട്ടനുണ്ട്, എങ്ങോട്ട് പോയാലും ആ ചേട്ടനുണ്ടെന്നുള്ളൊരു ഭയം. അപ്പൊ അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായി. എനിക്കിനി ഞാൻ മെന്റലി വല്ലതും ആയിക്കഴിഞ്ഞാലോ എന്ന് അവർക്കൊരു വിഷമമായി. അപ്പൊ അപ്പയാണ് എന്നോട് പറഞ്ഞു, മോളെ ഞാൻ കായംകുളത്തുണ്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് നിൽക്കും. അമ്മ പോസ്റ്റ് മിസ്സസ് ആയതുകൊണ്ട് ഇവിടെ എല്ലന്തൂരാണ്, അപ്പ കായംകുളത്തുവാ. അപ്പം അമ്മ എന്നെ അങ്ങ് കൊണ്ടുപോയി. അപ്പ കൊണ്ടുപോയിട്ട് ഞാനൊരു ക്ഷേത്രത്തിൽ കൊണ്ടുപോകാം, മോക്ക് എന്തെങ്കിലും ഭയം കിട്ടിയെങ്കിൽ അത് മാറുമെന്നും പറഞ്ഞ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അന്ന് എനിക്ക് തോന്നുന്നു 10-17 വയസ്സ് കാണും. അവിടെ കൊണ്ടുപോയി അവിടെ കീഴ്ക്കാവിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ക്ഷേത്രത്തിന് താഴെ. അവിടെ കൊണ്ട് ഇവരിങ്ങനെ ഈ ബാധയുള്ളവർക്കൊക്കെ ആണി അടിപ്പിക്കും. ഉച്ചപൂജയ്ക്കൊക്കെ ആ സമയത്ത് അവർ കൊണ്ട് നിർത്തും, നമുക്ക് ബാധയുണ്ട് ഇങ്ങനെ ഇളകി മാറുമെന്നാണ് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തിട്ടും അവിടെ ആണി അടിച്ചിട്ടും അവിടെ 2 ദിവസം പോയി. അപ്പം റൂം എടുത്ത് താമസിച്ച ആ ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും വെളുപ്പിനെയുള്ള തീർത്ഥമൊക്കെ കുടിച്ച് എല്ലാമൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കൊരു ചേഞ്ചും ഇല്ല, എനിക്കൊരു മാറ്റവും ഇല്ല. അപ്പം അങ്ങനെ അവിടെ ഉച്ചപൂജയ്ക്കൊക്കെ അവിടെ ഒത്തിരി ബാധയുള്ളവരൊക്കെ കിടന്ന് തുള്ളുമ്പോഴൊക്കെ എനിക്കങ്ങ് ഭയമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, അപ്പം എന്നെ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോയി, എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറയും. എന്നാൽ ക്ഷേത്രത്തിനോട് എനിക്കിഷ്ടമാണ്, ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചുരുക്കം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വളർന്നത്. എന്നാൽ UOMA സഭയുടെ ആരാധനയ്ക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പോകുമ്പോഴും നല്ല സന്തോഷമാണ്. എന്ന് വെച്ചാൽ അവരുടെ ലോകത്ത് എനിക്കൊത്തിരി സന്തോഷമാണ്. അവർ സഹോദരങ്ങളെല്ലാം ഒന്ന് കൂടി കാണും, അമ്മച്ചി അപ്പച്ചന്മാരെയൊക്കെ കാണും. UOMA സഭയിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടും എന്നോടൊരു പ്രത്യേക സ്നേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഈ UOMA സഭ വിട്ടതിന് ശേഷവും എന്നെ അവരുടെ കച്ചേരിക്കൊക്കെ വിളിക്കും. അവരുടെ ആ പ്രോഗ്രാമിലെല്ലാം എന്നെക്കാളും ഇദ്ദേഹത്തോട് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കാര്യമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എങ്ങോട്ട് നോക്കിയാലും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കസിൻസ് ആയി ഇവരെല്ലാവരും. അപ്പം അവിടെ അവരെന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പം പൗലോസ് എങ്ങനെ പോയാലും പിന്നെ സിനഗോഗിൽ പോകാതിരുന്നില്ലല്ലോ. നമ്മൾ മുഖാന്തരം അവർക്കൊരു നന്മയുണ്ടാകണമെങ്കിൽ അവരുടെ ഒരിക്കലും ഒരു വിഷമത്തിനിടയാകരുത്. ഞാൻ അവരുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ ഞാനായിരുന്നു UOMA സഭയുമായിട്ട് സഹകരിച്ചു. എന്നാൽ കഴിഞ്ഞ ഒരു ചാനലിനകത്ത് ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്കൊരു വിഷമം തോന്നി. പക്ഷെ അത് അവർക്ക് മനസ്സിലാകാത്ത പല മേഖലകളും ഒരുപക്ഷെ കാണും. നമുക്ക് ഓരോ ദിവസവുമാണ് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചിലപ്പോൾ
കർത്താവിദാസന് ഒരു കാര്യം പറയുമ്പോഴായിരിക്കും എൻ്റെ ഹൃദയദൃഷ്ടി ഒന്നുകൂടെ പ്രകാശിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കൃപയാൽ അത് മനസ്സിലാക്കി ഞാൻ പുറത്തു വന്നു എന്നല്ല, എനിക്ക് അവരോട് വിഷമവും ഇല്ല. അവരെ ഇപ്പോഴും ഞാൻ ഒത്തിരി ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എനിക്കൊത്തിരി സന്തോഷമാണ് അവരോട്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനെക്കാട്ടിലും ഇഴയെടുപ്പുള്ള ബന്ധമല്ലേ? അതെ, അവര് ആരെങ്കിലും മുഖാന്തരം എന്നോടൊരു കുഞ്ഞു വിഷമം കാണിച്ചാലും എനിക്ക് സങ്കടമാണ്. ഞാൻ എന്നിട്ട് പോയിരുന്ന് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ അവരുടെ ഹൃദയത്തോട് ഇടപെടണം, എൻ്റെ വശത്തെ എനിക്കൊരു വിഷമവും ഇല്ല. എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ച് നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് പറഞ്ഞെങ്കിലും ആ ദൈവസന്നിധി പോയിരുന്ന് കരയും. ഞാൻ കരഞ്ഞിട്ട് പറയും, ദൈവമേ എനിക്ക് പിണങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല, ആരോട് ലോകത്ത് വിഷമിച്ചിരിക്കുക. അപ്പം നമ്മുടെ പ്രാർത്ഥന ഈ കെട്ടിടത്തിൻ്റെ മേളിലോട്ട് പോകത്തില്ല. നമ്മൾ ഭൂമിയിൽ ആരോടും ഒരു വ്യക്തിയോട് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഒരു പകയോ പിണക്കമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവരെന്തെങ്കിലും നമ്മളോടൊരു കുറവ് കാണിച്ചാൽ പോലും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, അവരുടെ ഹൃദയദൃഷ്ടി യേശുക്രിസ്തുവിന്റെ സ്വഭാവവുമായിട്ട് അല്ലെങ്കിൽ പ്രകാശിക്കാത്തത് കൊണ്ടല്ലേ, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അവർ പുറത്ത് വരാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഉള്ള ആ ഒരു ബന്ധത്തിൽ അവരോടാണ് നമുക്കുള്ളത്. ഒരിക്കലും നമ്മുടെ സഹോദരങ്ങളോടോ ബന്ധുക്കളോടോ ഒന്നും അല്ല, ഒരിക്കലും അല്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും ഞാൻ അവരെ ഓർത്ത് എന്നും കരയും. കാര്യം എൻ്റെ വേറെ അവരെ ഹൃദയം നോവുന്നത് എനിക്ക് വേദനയാണ്. കാരണം അല്ല, അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കണം. അത് നമ്മുടെ കുടുംബാംഗങ്ങളല്ല. അല്ലേ പിന്നെ നമ്മൾ ഇതിനകത്ത് വന്നിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ പണ്ട് നമ്മൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. ഇല്ലേ പിന്നെ നമ്മൾ ക്രിസ്തുവിലാന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതാണ് അതിനകത്ത് പലരും മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വേർപാട് വിശുദ്ധി എന്നൊക്കെ പറയും. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും ക്ലീഷേ പദങ്ങളാണ് ഈ വേർപാട് വിശുദ്ധിയൊക്കെ. നമ്മൾ വേർപെടുന്നത് എന്തിൽ നിന്നാണ്? പാപത്തിൽ നിന്നാണ് നമ്മൾ. നമ്മൾ മനുഷ്യനോടല്ല വേർപെടേണ്ടത്. മനുഷ്യനെ മാക്സിമം സ്നേഹിക്കുവാൻ, എത്രത്തോളം സ്നേഹിക്കാൻ സാധിക്കുമോ അത്രയും സ്നേഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരുടെ രീതികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്നോ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കണമെന്നോ അല്ല. പക്ഷെ ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷെ നമുക്ക് പറ്റിപ്പോയൊരു പാളിച്ച, നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന പലരും അതോടെ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാരൻസുമായിട്ട് ഒക്കെയുള്ള ബന്ധങ്ങൾ അങ്ങ് കട്ട് ചെയ്ത് കളയും. അടിസ്ഥാനപരമായ ഒരു വലിയ തെറ്റാണ്. അപ്പം അല്ല, ഞാൻ മനസ്സിലോർക്കുമായിരുന്നു, അത് നമ്മൾ അവരോട് അവർക്കൊരു മുറിവുണ്ടാകുന്ന ഒന്നും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല എന്ന് അകത്തൂന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രയാസം അവരിൽ നിന്ന് വന്നാലും നമ്മളത് ക്ഷമിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചോറ്റാനിക്കര പോയ കഥയാണ്. ചോറ്റാനിക്കര പോയി അങ്ങനെ പിന്നെ അവിടെ നിന്നൊന്നും എനിക്കൊരു സൗഖ്യം ഉണ്ടായില്ല. എനിക്ക് എപ്പോഴും ഭയമാണ്. അപ്പൊ പിന്നെ അപ്പ എന്തോ എന്ന് പറയട്ടെ, ഈ ചരടുണ്ടല്ലോ, കറുത്ത ചരട്, ഇതിങ്ങനെ കെട്ടി 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 ഒരു സാധനമുണ്ട്, എന്താ ഓതിക്കെട്ടുക എന്ന് പറയും. അതൊക്കെ കെട്ടി എനിക്ക് കഴുത്തയിലിടാനും അരയിലിടാനും ഒക്കെ കെട്ടിയപ്പോൾ തന്നു. എനിക്കിതങ്ങ് എന്തൊക്കെയോ അസ്വസ്ഥ, എൻ്റെ ഉള്ളിൽ എനിക്ക് അത് കെട്ടുമ്പോഴൊക്കെ അങ്ങ് അസ്വസ്ഥ. ഞാൻ അപ്പ അറിയാതെ ഇതങ്ങ് ഊരിട്ടു. അപ്പൊ അതുകൊണ്ട് താഴെ കിടക്കുന്ന അങ്ങ് ഊരി പോവാന്ന് പറയും. മനസ്സിലായി? എനിക്ക് അതിനൊരു സന്തോഷമില്ല. എന്തോ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇതുണ്ട്. എന്നാൽ എനിക്ക് പെന്തക്കോസ്തുകാരോട് അത്ര സന്തോഷമില്ല. കാരണം എനിക്ക് അവരെ അറിയാം. പക്ഷെ എനിക്ക് അപ്പോൾ തന്നെ എല്ലാവരും പെന്തക്കോസ്തിലോട്ട് മാറുന്ന ഉടനെ പിന്നെ ഒരിക്കലും മറ്റുള്ള സമുദായക്കാരിലെ സഹോദരങ്ങളോടൊന്നും മിണ്ടാത്ത ഒരു അവസ്ഥയൊക്കെ എനിക്ക്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ വെച്ചൊരു ചോദ്യം ചോദിക്കുക, അത് പിന്നെ മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഈ സംഗീതം, കർണാട്ടിക് സംഗീതവും ഒക്കെ പഠിച്ച ഒരാളാണല്ലോ, പാടുന്ന ആളാണ്. ഈ അങ്ങനെയുള്ള ഒരു സംഗീത കുടുംബം അല്ലെങ്കിൽ സംഗീതം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പെന്തക്കോസ്തുകാരുടെ പാട്ടും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അതിനകത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പിന്നെ ഓരോ പാട്ട്, ഇപ്പോൾ ശ്രീയേശുനാമോ അതിശയനാമോ അല്ലെ ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഞാനും അന്നെങ്കിൽ എൻ്റെ അനിയത്തിയുമായിട്ടിരുന്ന് പാടും. അന്നേരം എൻ്റെ അച്ഛൻ പറയും, മോളെ ഈ പാട്ടുകളൊന്നും നമ്മളിവിടെ പാടല്ലേ, ഈ പാട്ട് നമ്മുടെ
ഞങ്ങളുടെ വല്യപ്പച്ച ചെയ്ത 100-500 പാട്ടുകളുണ്ട്. എന്ത് നല്ല അർത്ഥവത്തായ പാട്ടുകളാണ്. ഇതിന് വല്ല അർത്ഥമുണ്ടോ? രോഗം മാറും, ക്ഷീണം മാറും, പിന്നെ ഇതൊക്കെയാണോ അവരുടെ ശരീര സൗഖ്യത്തിന്? ഇതൊന്നുമല്ല, അന്തരാത്മാവിൽ ഒരു ആത്മാവുണ്ട് എന്ന് വെച്ചാൽ അന്ന് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചുമ്മാ ഇവരുടെ കുറെ അത് മാറും ഇത് മാറും. ഈ പാട്ടൊന്നും തന്നെയല്ല, ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ്. ഈ പാട്ടൊന്നും ഇവിടെ പാടണ്ട, ഈ പാട്ടൊന്നും ഇവിടെ കേൾക്കുകയും വേണ്ട. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ പിന്നെയും അസ്വസ്ഥതകളുണ്ട്. പാട്ടുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ജാതി മതവും ഇല്ല, പാട്ടിന് ജാതി മതവും ഇല്ല, ഏത് പാട്ടും പാടും അവര്. പക്ഷെ ക്രിസ്തുവിലാകുമ്പോഴാണ് അതിനൊരു വേർതിരിവ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ പറഞ്ഞത് ഈ പാട്ടിനെ കൊണ്ടുള്ള മനോഭാവമാണ് പറഞ്ഞത്, ഈ പെന്തിക്കോസ്തുകാരുടെ പാട്ടിനോടുള്ള മനോഭാവത്തെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അച്ഛൻ പറയുമ്പോൾ ആ പാട്ടുകളൊന്നും ഞാൻ പിന്നെ പാടത്തില്ല. അച്ഛൻ ഉള്ളപ്പം പാടത്തില്ല, അല്ലാത്തപ്പോൾ പാടും. അങ്ങനെ പിന്നെ ഈ മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അന്ന് നല്ല മാരാമൺ കൺവെൻഷൻ ഗീതമൊക്കെ എപ്പോൾ കേട്ടാലും ഞങ്ങൾ രണ്ടുപേരും പാടുമായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ വളർന്നു വന്നു. അപ്പൊ ഈ ക്ഷേത്രങ്ങളുമായിട്ടുള്ള ഒരു കൂടുതൽ അറ്റാച്ച്മെന്റ് ആയി പിന്നെ എനിക്ക്. കാരണം എന്നെ അച്ഛൻ കൊണ്ടുപോയി അങ്ങനെ. ഈ പിന്നെ ഭയം എന്ന് പറയുന്ന ഘടകം മാറിയായിരുന്നു? അത് മാറിയില്ല, മാറിയിട്ടില്ല. ആ സമയത്ത് മാറിയിട്ടില്ല. പിന്നെ അത് മാറുന്നത് ക്രിസ്തുവിലാകുമ്പോഴാണ്. അത് ഞാൻ പറഞ്ഞു വരുമോ. അപ്പം അങ്ങനെ ആ ഭയം ഒന്ന് മാറാം. അപ്പം പക്ഷേ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ അകത്തൊരു തണുപ്പ് വരും. എന്നാൽ വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വരുന്നതും അത്ര സന്തോഷമില്ല. കാരണം ഇവര് പറയും, മോളെ നീ പിന്നെ അങ്ങനെ ചെയ്യണം, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം. പിന്നെ അങ്ങനെയൊക്കെ ഈ ഉപദേശമാരും അങ്ങനെയുള്ളവരൊക്കെ വരുമായിരുന്നു. കാരണം പെരുമാറുന്നു പറഞ്ഞാൽ ഈ എൻ്റെ മൂത്തച്ചാച്ചൻ വിശ്വാസത്തിൽ വന്നപ്പോൾ പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരാൻ. അദ്ദേഹം വിശ്വാസത്തിൽ വരാനുള്ള കാരണം? അദ്ദേഹം വിശ്വാസത്തിൽ വരാനുള്ള ഒരു കാരണം, വീട്ടിലെ അച്ഛനും അമ്മയുമായിട്ട് ഈ വിശ്വാസം സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ഈ UMA സഭയുടെ ഇതിലുള്ളൂ. എന്നാലും വൈകിട്ടും രാവിലെയൊക്കെ UMA സഭയുടെ ഇതായിട്ട് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന അപ്പവും ചിലപ്പോ അച്ഛൻ വരുമ്പം അച്ഛൻ കായംകുളത്തായിരിക്കും മിക്കപ്പോഴും. അന്നേരം ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ തന്നെ UMA സഭയുടെ പ്രാർത്ഥനകളും വീട്ടിൽ നടന്നിരുന്നു, വീട്ടിൽ വെക്കുമായിരുന്നു. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് അപ്പവും വെള്ളവും വെച്ചുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പവും വെള്ളം എന്ന് പറയുമ്പോൾ തിരുവത്താഴത്തിന്റെ അപ്പവും വീഞ്ഞും പോലെ തന്നെ. അവര് പക്ഷെ വീഞ്ഞെടുക്കത്തില്ല. അതായത് എന്നൊരു പാട്ടുണ്ട്, ഇന്നിമേലിൽ മുന്തിരിയിൽ നിന്ന് ഞാൻ കുടിക്കയിൽ എന്ന് നിങ്ങളോട് ഞാൻ ഉരച്ചിടുന്ന് ദൂദൃഢം എന്ന് പറയുന്ന പാട്ട് വല്യപ്പച്ച. അതിനുശേഷം മുന്തിരിയുടെ അനുഭവം ഇനി ഞാൻ എടുക്കത്തില്ല. പക്ഷെ കർത്താവായ യേശുക്രിസ്തു പോയിട്ട് ഇനി എടുക്കാൻ പറ്റത്തില്ല, അങ്ങ് പോയേക്കല്ലേ. അപ്പം ഇവിടുത്തെ കഴിഞ്ഞല്ലോ. പക്ഷെ ആ ഒരു ഇതിലല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ പറയാൻ കാരണം. പക്ഷെങ്കില് ഇവര് വിശ്വസിക്കുന്നത് മുന്തിരിയുടെ ഫലം എടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വെള്ളമാണ്, അപ്പവും വെള്ളവും വെച്ച്. അപ്പം അത് എടുക്കുകയും ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുകയും, ഞങ്ങൾ വല്യപ്പച്ചൻ ചെയ്ത പാട്ടുകളെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുകയും. അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷെങ്കില് അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസപരമായിട്ട് ഉൾക്കൊള്ളുന്ന എല്ലാവരും ഒരുപോലെ ഉള്ളതെന്നായിരുന്നു എൻ്റെ അച്ഛൻ പറയുന്നത്. അപ്പോൾ തന്നെ എൻ്റെ മൂത്തച്ഛൻ ഇങ്ങനെ വിശ്വാസത്തിൽ വരാൻ ഒരു അങ്കിള് നിമിത്തമാണ്. വാര്യാപുരം ചർച്ച് ഓഫ് ഗോഡിലെ ഒരു കുഞ്ഞുമോൻ എന്ന് പറഞ്ഞു, അവിടുത്തെ ഒരു പഴയ സെക്രട്ടറി ആയിരുന്നു. ആ അങ്കിളും പറഞ്ഞു, മോനെ നീ ഞങ്ങളുടെ വീട്ടിൽ വാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്തൊക്കെയോ മനസ്സിന് സമാധാനക്കുറവ് ഉണ്ട് കുടുംബത്തിനകത്തുനിന്ന്. എനിക്കറിയാം, എന്നെക്കാളും കുറച്ച് വയസ്സ് മൂത്ത അച്ചാച്ചനോട് നേരത്തെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. അച്ചാച്ചനും അസ്വസ്ഥതകളോ അസമാധാനമോ ഒക്കെ കാണും. സന്തോഷ് ജോസഫ് എന്നാ. അപ്പൊ അപ്പൊ അച്ചാച്ചൻ അങ്ങനെ ഒരു നല്ല നിഷ്കളങ്കനായി, ഇപ്പോഴും എൻ്റെ മൂത്ത ബ്രദർ ആയിട്ടില്ല പറയുന്നത്, ഒരു കൂടുതലൊന്നും വേറെ ഒന്നിലും ഒന്നും ഇൻവോൾവ് ആകാതെ വിശ്വസ്തയോട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാവരും എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. മൊത്തത്തിൽ എനിക്ക് ഓൺ ബ്രദർ ആയതുകൊണ്ടും എല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ വിശ്വസ്തയോട് നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പം അച്ചാച്ചൻ ഇങ്ങനെ പോയി കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വരുന്നത് എൻ്റെ സിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലാകെ പ്രശ്നമായി തുടങ്ങി. കാരണം അപ്പയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയായി, പെന്തക്കോസ്തുകാരെ കാണുന്നത് അസ്വസ്ഥയായി. അപ്പോൾ പറയും, മോളെ നീ ഒന്നും ഇങ്ങനെ ഒരിക്കലും ആയി പോകല്ലേ, നീ ഇങ്ങനെ പോലെ നിന്നെയുള്ളൂ എനിക്കൊരു പ്രതീക്ഷയെന്ന്. അവസാനം അപ്പ അമ്മയും അങ്ങ് വിശ്വാസത്തിൽ വന്നു. അപ്പോൾ എന്നോട് നീ എങ്കിലും ഇങ്ങനെ എൻ്റെ കൂടെ കാണണേ, നീ നമ്മുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, അതുകൊണ്ട് നീ ഇത് പോലെ. ഞാൻ അപ്പ ഒരിക്കലും പോലെ തന്നെയല്ല,
ഈ ഇറച്ചി മീനും മുട്ടയും കഴിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. അപ്പം അവരുടെ കൂടെ പോയാൽ അപ്പോൾ പറയാം അവരോട് ചേർന്നാൽ നീ ഇറച്ചി മീനും മുട്ടയും തിന്നുന്നവളായിത്തീരും. കാര്യം നമ്മുടെ ഈ ഒരു മദ്യപാനിയെ കിട്ടുക, അല്ലെങ്കിൽ ഒരു വെള്ളമടിക്കാത്തവനെ കിട്ടിയാൽ അവനെ എങ്ങനെങ്കിലും മദ്യപാനി ആക്കുന്നത് പോലാണ് ഇവർ ഇറച്ചി മീനും മുട്ടയും കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അപ്പയുടെ മനസ്സിലെ ഇത്. അപ്പം ശരിക്കും നല്ല കാര്യങ്ങൾ പറയുമെങ്കിൽ ഇടയ്ക്ക് ചോദിക്കട്ടെ, അപ്പൊ ഈ യുയോമയ സഭയിലെ ആരും ഈ മത്സ്യമാംസാദികൾ കഴിക്കത്തില്ല, ഇറച്ചി മീനെ മുട്ട ഫുൾ വെജിറ്റേറിയൻ, മദ്യം കഴിക്കാൻ പാടില്ല. അവർ പറയും മദ്യം, വേദം, ഛേദം, കണ്ഠസൂത്രം കഴുത്തിലെ മാല എന്നുവെച്ചാൽ ഓർണമെന്റ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പം മത്സ്യം, മാംസം, വേദം, ഛേദം, കണ്ഠസൂത്രം ഇങ്ങനെ കുറെ അവർ പറഞ്ഞു. കുറെ നാളായിട്ട് ആ കണക്ഷൻ ഇല്ല. അപ്പോൾ എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം, പക്ഷെ നല്ല സ്വാത്വിക സ്വഭാവമാണ് എനിക്ക് ഒത്തിരി ഞാൻ അവരെ ആ വിഷയത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു വിഭാഗമാണ് സമൂഹം. അവര് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു വിഭാഗം അവര്. അപ്പം എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ്ങാണ്. പക്ഷേ റിയലി യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു കണക്ഷനുകളെ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സഭ പോലൊന്നുമില്ല. പക്ഷെ യേശു ദൈവമാണെന്നും യേശുക്രിസ്തു ഇനി രണ്ടാമത് വരുമെന്നും അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വിശ്വാസത്തിൽ വരാനുള്ള കാരണം ഇനി ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. ഞാനിങ്ങനെ ഒരു എനിക്കൊന്ന് 10-18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടുന്ന് തിരുവനന്തപുരം ശ്രീ സ്വാരനാഥ സംഗീത കോളേജിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, എൻ്റെ അപ്പയുടെ അപ്പ പറഞ്ഞു, മോനെ നിനക്ക് 4 മക്കളുണ്ട്, ഇതിൽ ആരുണ്ട് ഈ സംഗീതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇത് ആരെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? നിന്റെ 4 മക്കൾ ഏതെങ്കിലും ഒന്നിനുണ്ടോ വാസന? പക്ഷെ 4 പേർക്കും കഴിവുണ്ട്, പക്ഷെ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ. അപ്പം അന്നേരം അച്ഛന് എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്? ഞാൻ പറഞ്ഞു, അപ്പൊ അമ്മയുടെ വീട്ടിലൊക്കെ എന്നെ നേഴ്സിങ്ങിന് വിടാനായിരുന്നു താല്പര്യം. അപ്പം അച്ഛൻ പറഞ്ഞു, മോളെ ഞാൻ എൻ്റെ ഇതിലാണ് നിന്നെ വിടുന്നത്, നീ നന്നായിട്ട് പഠിക്ക് എന്ന് പറഞ്ഞ് എന്നെ സംഗീത കോളേജിൽ വിടുവായിരുന്നു ചെയ്ത്. അങ്ങനെ സംഗീത കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ സംഗീത കോളേജിൽ പോയി. ഇല്ല സോറി, ഞാൻ 10th കഴിഞ്ഞിട്ടാണ് സംഗീത കോളേജിൽ പോകുന്നത്. എത്ര വർഷത്തെ കോഴ്സാണ് ഇത്? മൊത്തം 7 വർഷത്തെ കോഴ്സ്. 7 വർഷം. അപ്പം ഞാൻ അവിടെ ഗാനഭൂഷൺ, ഗാനപ്രവീൺ ഇങ്ങനെ 2 കോഴ്സ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ എനിക്ക് പിന്നെ അതൊരു പാസ്റ്റർ നിമിത്തമാണ് എനിക്ക് ഒരു സ്കൂളിൽ ജോലി കിട്ടി. ഒരു ഒഴിവുണ്ട്, പിന്നെ ടീച്ചർ കയറുന്നെങ്കിൽ കയറിക്കോളാം. അങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടുന്നതിന് മുമ്പ് അവർക്ക് പറഞ്ഞു കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇതാ. പിന്നെ ആ സർട്ടിഫിക്കറ്റ് അവരെ കാണിച്ചത്. ഈ 7 വർഷം എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ കുറേയേറെ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അതെ, അത് 7 ബാച്ചില്ലേ? അപ്പം ഗാനഭൂഷണം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ 4 വർഷമാണ് ഗാനഭൂഷൺ എന്ന് പറയുന്നത്. ഗാനപ്രവീൺ എന്ന് പറയുന്നത് 3 വർഷം. പക്ഷെ ഇത് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരു കോഴ്സാണ്. ഞങ്ങളുടെ കുഞ്ഞിലെ ഞങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പം അവർ ഇന്റർവ്യൂവിന് ഒരു പാട്ട് ചോദിക്കും, അത് പാടി കേൾപ്പിക്കുമ്പോൾ കഴിവുണ്ടെങ്കിൽ നമ്മളെ എടുക്കും. അപ്പം അങ്ങനെയാണ് അവിടെ നമ്മളെ അഡ്മിഷൻ കിട്ടിയത്. അപ്പം അതേ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം അവിടെ പഠിച്ച. പക്ഷേ ആ 4 വർഷവും ദൈവത്തിന്റെ സ്ഥിതി പറയാൻ ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. കോഴ്സ് കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോ എന്ന് വെച്ചാൽ പെൺപിള്ളേരുടെ ക്ലാസ് വേറെ, ആൺപിള്ളേരുടെ ക്ലാസ് വേറെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്ന ഒരു ടീച്ചർ മുഖാന്തരമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. കാരണം ഒരു സമയത്ത് അപ്പ പറയുമ്പോൾ എൻ്റെ നിർബന്ധത്തിനാണ് നീ പോകുന്നത്, നീ ഒരു പേരുദോഷമൊന്നും കേൾപ്പിച്ച് വരല്ലേ എന്ന് അപ്പ പറഞ്ഞു. അപ്പം അമ്മയും പറഞ്ഞു അവളെ സംഗീത കോളേജിലൊന്നും വിടണ്ട എന്ന് പറഞ്ഞു. എങ്കിലും ദൈവത്തിന്റെ നിമിത്തമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കല്യാണം കഴിയാൻ. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പ് ഇദ്ദേഹത്തെ ദൈവം കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇന്ന് ഈ ലെവലിൽ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ ആരാധിക്കാനും എൻ്റെ തലമുറയുമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോകാനും ഇദ്ദേഹമാണ് കർത്താവ് കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര പ്രചോദനമായത്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ വിശ്വാസത്തിൽ വരാൻ ഇനി ഞാൻ പറയാമല്ലോ, സംഗീത കോളേജിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എവിടെ പഠിക്കാൻ, ഏത് സ്കൂളിലായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? കോഴഞ്ചേരി വലിയകുളം ഒരു സാവിയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ കയറിയത്. അപ്പോൾ തന്നെ എനിക്ക് കുറേ കുട്ടികൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ആ സ്കൂൾ തന്നെയാണ് ഇദ്ദേഹം പിന്നെ
മുന്നോട്ട് ആ സ്കൂൾ പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അതായത് ശ്രീ സ്വാരനാഥ് സംഗീത കലാലയം എന്നൊരു സ്കൂളായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അവിടാണ് അദ്ദേഹം മുമ്പേ പറഞ്ഞത് 500-600 കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം. അപ്പം അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിയുന്നിടം വരെയും ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പൊ എൻ്റെ സഹോദരങ്ങളെല്ലാം വിശ്വാസത്തിൽ വന്നു. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നുണ്ട്, മോളെ യേശുവിനെ കാണണം, യേശു ദൈവമാണെന്ന് പറയുമ്പോഴും എനിക്ക് ഈ സംഗീതം വിടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സംഗീതം വിട്ടാലേ പെന്തക്കോസിൽ ചേരാൻ പറ്റത്തുള്ളൂ. അല്ലെ മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ചിലതിന് വേർതിരിവ് വേണം, വിശുദ്ധി വേണമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെല്ലാം വെറുത്ത് അല്ലെ മറ്റുള്ളവരെ വെറുക്കുന്നതല്ല വിശുദ്ധി, അല്ലെ വേർപാടെന്ന് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോഴാണ് ജനത്തിന് അവർ യേശുവിനെ കാണുന്നത്. നമ്മളിൽ കൂടെയുള്ള സ്വഭാവം കാണുമ്പോഴല്ലേ അവർ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ അവരെ വെറുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയും അല്ലേ. അപ്പം അതുകൊണ്ടൊക്കെ എനിക്കും അത് ഒത്തിരി മുറിവായിട്ടുണ്ട്, എനിക്കും ഒരുപാട് മുറിവായിട്ടുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആ വിശ്വാസത്തിൽ വരുന്നതിന് പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് ഈ പിള്ളേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെറിയ മോന് പിന്നെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ അവൻ്റെ മുഖമെല്ലാം ആയി. അവിടാണ് ഞങ്ങളുടെ ഇത്. അതിനു മുമ്പ് നമ്മുടെ ഈ മുമ്പേ പറഞ്ഞ കരുണാകരൻ പാസ്റ്റർ എന്ന് പറഞ്ഞ ആ പാസ്റ്റങ്ങള് ഒരു അപ്പനെയും അമ്മയും പോലെ ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. ഒരു പാസ്റ്ററായിട്ട് എനിക്ക് ഒരിക്കലും അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇനി അവരെന്തെങ്കിലും സുവിശേഷം പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് അവർക്ക് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ട്. അവർ അങ്ങനെ സുവിശേഷം ഒന്നും പറയാനുള്ള ഒരു വേദി ഞങ്ങൾ ഒരുക്കത്തില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനും മക്കളും അമ്മയും പോലുള്ളൊരു സ്നേഹബന്ധം ഞങ്ങൾ ചെട്ടിമുക്കിന് കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ഭയങ്കര സ്നേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും നമ്മളെ ക്രിസ്തുവിലേക്ക് ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു മനുഷ്യരെ നമ്മൾ വാച്ച് ചെയ്യും. ഒരു പെന്തക്കോസുകാരാണെന്ന് പറയുമ്പോൾ അവരെങ്ങനെയൊക്കെ അവരുടെ നോട്ടവും ചിന്തയും പ്രവൃത്തിയും സംസാരവും അല്ലെ എല്ലാ കൊടുക്കലും എല്ലാ ഇടപാടുകളും നമ്മൾ വാച്ച് ചെയ്യും. പക്ഷെ അവരറിയുന്നില്ല, സത്യമല്ലേ. അപ്പോൾ നോക്കിയപ്പം അങ്കിളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാകാൻ ഞങ്ങൾക്കിടയായി. അപ്പോൾ തന്നെ ആ ചർച്ചിൽ വല്ലപ്പോഴുമൊക്കെ അങ്കിളിനോടുള്ള സ്നേഹം കൊണ്ട് പോകുമായിരുന്നു. അല്ലാതെ അപ്പോൾ പോകുമ്പോഴും അന്നേരം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ദൈവമേ ഇത് സത്യമാണെങ്കിൽ, ഇത് കർത്താവ് സത്യമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിശ്വാസത്തിൽ വരണം, ഇത് ദൈവമാണ്. അപ്പോഴും എനിക്ക് ഇവർ ഈ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെല്ലാവരും ഇങ്ങനെ പാസ്റ്റേഴ്സ് എല്ലാം കയറി ഇറങ്ങി ഭാര്യ യോനാച്ചൻ അപ്പച്ചൻ വന്ന് പ്രവചിച്ചു, ഇതൊരു ലേവി കുടുംബമാണ്, 4 മക്കളും ശുശ്രൂഷയില്ല, ഇതൊരു പ്രസ്ഥാനമായി മാറും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഇപ്പം നിവൃത്തി ആയിക്കൊണ്ടേയിരിക്കും. അപ്പച്ചൻ്റെ വാഗ്ദത്തം ആ കർത്താവ് അപ്പച്ചനിൽ കൂടി സംസാരിച്ചതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഓരോന്നോരോ നിറവടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ പാസ്റ്റേഴ്സൊക്കെ വരുമ്പോഴേ ഞങ്ങൾ മാത്രം വിശ്വാസം വന്നു. അന്ന് ഇദ്ദേഹം ഒരു 3 കുറി ഇട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞയും കറുപ്പും ചുമപ്പും. ചുമപ്പ് ദേവിയുടെയും മഞ്ഞ ഗണപതിയുടെ അല്ല നാഗത്തിൻ്റെയും പിന്നെ കറുപ്പ് ഗണപതിയുടെയും. അങ്ങനെ 3 കുറി ഇല്ലാതെ ഇദ്ദേഹം പോകത്തില്ല. ഞാൻ പറയും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം ഞാൻ പറയും ഇന്ന് അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക, അതുകൊണ്ട് ദയവായിട്ട് ഈ കുറിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരണേ പ്ലീസ്, എന്നെ ഓർത്തൊന്ന് ചെയ്യണേന്ന്. അതിനെന്താ ഞാൻ കുറി മാറ്റാമല്ലോ. അപ്പൊ ഇദ്ദേഹം പണ്ടേ ക്ലീൻ ഷേവാണ്. അപ്പൊ ക്ലീൻ ഷേവ് ആയതുകൊണ്ട് കുറിയും കൂടി ഇട്ടില്ലേ പെന്തക്കോസ് കുടുംബത്തിലും വന്നേ തോന്നും. അപ്പൊ അതുകൊണ്ട് പിന്നെ അന്ന് പറഞ്ഞപ്പോ എന്തോ അങ്ങ് കേട്ടു. അപ്പം അവിടെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് വരെ ശക്തമായി നടക്കും. അവർക്ക് കഞ്ഞിയും പയറും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളാ. അപ്പം എന്നിട്ട് അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് അവിടുത്തെ ഒരു കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു, പാസ്റ്റർ ഇപ്പം എത്ര ദിവസമായിട്ട് ഉപവസിക്കുന്നു? കുറേ 21 ദിവസം ഇരിക്കുക അല്ലയോ? ഇദ്ദേഹം ഇങ്ങനെ ഒരു വല്ലാത്ത ലെവലിൽ ഒന്നും കൊടുക്കാത്ത ലെവലിൽ, കാരണം അങ്ങനെ ഇരുന്നു. അന്നേരം ഇദ്ദേഹം പാസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അകത്ത് ഇങ്ങനെ തട്ടാൻ തുടങ്ങി, ദൈവം സത്യമാണ്, യേശു ദൈവമാണ്. അന്നേരം ആ മറ്റേ ഭയം ഒക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങ് മാറിപ്പോകുമെങ്കിലും യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് യേശു നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ഒരു അന്ധകാര ശക്തി നമ്മളെ തൊടത്തില്ല. അപ്പം അതുവരെ ഈ ട്രഡീഷൻ സ്പിരിറ്റും അല്ലെങ്കിൽ നമ്മുടെ ബലം ഇല്ലാത്തടത്തല്ലേ അല്ലെ എളിയടത്തല്ലേ വാദം കൊച്ചു. അപ്പം അതുകൊണ്ട് അന്ധകാര ശക്തി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ ഒരു ഇതായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതങ്ങനെ സംഭവിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ അവരൊക്കെ വരുമ്പോഴൊക്കെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. അപ്പം മൂത്ത അച്ചാച്ചനാണെങ്കിലും പറയും, മോളെ നീ യേശുവിനെ കാണണം, യേശു ദൈവമാകട്ടോ എന്നൊക്കെ പറയും. അവരാൽ അവർ ചെയ്യുന്നൊക്കെ ഉണ്ട്.
വിക്ടർ പാസ്റ്ററോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു, അവസാനം പിന്നെ കല്യാണം കഴിച്ച് ഇവരുടെ ഒരു ഫാമിലിയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതി. അപ്പോൾ ഇതിനോടൊക്കെ എങ്ങനെയുള്ളൊരു മനോഭാവത്തോടെയാണ് അത് പ്രതികരിച്ചത്? അല്ല, ഇവരുടെ വീട്ടിൽ ഞാൻ ചെന്നതിന് ശേഷം ഇവിടെ മിക്കപ്പോഴും പ്രകാരം കാര്യങ്ങളോ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കതൊരു പുതുമയായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് വശത്തൊരു ഫെയ്ത്ത് ഹോമുണ്ട്, ഒരു പെന്തക്കോസ്റ്റ് ചർച്ച്. അപ്പൊ അവിടെ എല്ലാ ദിവസങ്ങളും മിക്ക ദിവസങ്ങളും പ്രയറും പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പം ജനിച്ചപ്പോൾ മുതൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ 10 ദിവസവും കൺവെൻഷൻ നടക്കുമ്പോൾ ഈ ഓല കെട്ടിയൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പൊ അവിടെ നമ്മൾ പിള്ളേർ സെറ്റ് ആയതുകൊണ്ട് ഈ 10 ദിവസവും ഞങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഈ നമ്മൾ പാട്ടുകാരായിട്ട് നമ്മളെ ഈ കൂട്ടത്തിൽ പാടുകയും ഇവിടേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പരിചയമുണ്ട്. ഇന്ന് നമ്മള് ചർച്ചകളിലും അല്ലെങ്കിൽ ഞങ്ങള് വർഷിപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പാടുന്ന പല പെന്തക്കോസ് പഴയ പാട്ടുകളും ഞാൻ ഈ ചർച്ചിൽ നിന്ന് പഠിച്ചതാണ്. അവിടെ ചെറുപ്പത്തിലെ പഠിച്ച പാട്ടുകളാണ് ഇന്ന് നമ്മുടെ പെന്തക്കോസ് ചർച്ചകളെല്ലാം പാടുന്നത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ടൊന്നും പഠിക്കേണ്ടി വന്നില്ല പല പാട്ടുകളും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ ഈ പ്രാർത്ഥനയ്ക്ക് ആൾ വരുന്നതും ഇതൊന്നും ഒരു അസ്വസ്ഥതയില്ല. പിന്നെ നമ്മളിങ്ങനെ പഴയ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് വിട്ടു പോകുവാനൊരു പ്രയാസം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ അത് ഗ്രാജുവലി അതങ്ങ് മാറി. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണ് നിങ്ങളൊരു വിശ്വാസാനുഭവത്തിലേക്ക് വരുന്നത്, യേശുവിനെ അറിയുന്നത്. അപ്പം അതിലേക്ക് കാര്യം പറഞ്ഞാൽ നേരത്തെ മുതൽ എല്ലാ വിശ്വാസങ്ങളും അറിയാം. പിന്നെ യൂസ്തോസ് ജോസഫിന്റെ പരമ്പരയാണ്. ഇതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ അമ്പലത്തിലും പോകും. എങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെയ്ത്തിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന രീതി അല്ല. അമ്പലത്തിലൊക്കെ പോകുന്നത് ഇഷ്ടമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ വീട്ടിൽ അമ്മയും സഹോദരങ്ങളും ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നിട്ടും അതിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അല്ലേ? എന്നിട്ട് പിന്നെ എങ്ങനെയാ ഈ ഒരു വിശ്വാസ പാതയിലേക്ക് വന്നത്? അങ്ങനെ അപ്പോൾ ഹൃദയത്തിനകത്ത് ഇവരിങ്ങനെ പോകുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ഇത് സത്യം, യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറയുമ്പോൾ പോലും അങ്ങോട്ട് പോകാനൊരു മടി കാണാൻ നമ്മൾ സമൂഹത്തെ നോക്കുന്നു, സംഘടന, സൊസൈറ്റി. അല്ല, വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റുമായിരുന്നു, കാരണം ആഭരണം ഉപയോഗിക്കുന്നില്ലല്ലോ. അതെ, അതിനകത്തൊരു വലിയ വിഷയമുണ്ട്. ഈ കോളേജിൽ പോകുമ്പോഴേ എൻ്റെ അച്ഛൻ ഒരു ഗാന്ധിയനും കൂടെ ആയിരുന്നു. അപ്പം അച്ഛന് ഭയങ്കര വിരോധമായി ഓർണമെന്റ്സ് ഇടുന്നത്. അത് ഈ നമ്മുടെ പെന്തക്കോസ്റ്റിലെ ആ ഭയമല്ല, ഇതൊന്നും അല്ല വിഷയം. അച്ഛൻ്റെ കാര്യം പറഞ്ഞത്, മോളെ, എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മോളെ, ഓർണമെന്റ്സ് ഇടുന്നത് നീ കാണാനാണോ? നീ ഇടുന്ന ഓർണമെന്റ്സ് നീ ഇടുന്ന ഓർണമെന്റ്സ് മറ്റൊരാൾക്ക് നിന്നെ കണ്ട അട്രാക്ഷൻ ഉണ്ടാകാനല്ലേ നീ ഓർണമെന്റ്സ് ഇടുന്നത്. അപ്പം എന്ന് വെച്ചാൽ അത് ഇടാനൊരു കാരണം ഉണ്ടല്ലോ. ഞാൻ സംസാരിക്കുമായിരുന്നു അതിനുള്ള കാരണം. ഞാൻ പറയാം, അപ്പൊ അച്ഛൻ്റെ പുറമോട്ടുള്ള നോക്കുമ്പോൾ അവര് കാലയും ഇഞ്ചി വരെ ഇട്ട് മുക്കൂത്തി ഇട്ട് അങ്ങനെയുള്ള ഒരു പരമ്പരയിൽ നല്ലേ പുറത്തു വന്നേ. ഞാനപ്പോൾ ഇച്ചിരി സ്വർണ്ണമൊക്കെ ഇടുന്നത് എനിക്കൊരു സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പെന്തക്കോസുകാരുടെ കൂട്ടം ഓർണമെന്റ്സ് ഇടാതിരുന്നാൽ ഞാൻ പെന്തക്കോസുകാരിയാന്ന് പറയും. അതെനിക്ക് നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് ഓർണമെന്റ്സ് ഇടുന്നതിനകത്ത് അപ്പോൾ അതൊന്നുമല്ല, നമ്മുടെ പിന്നെ പേരിലും ഇതിലും ഒന്നുമല്ല, നമ്മുടെ സ്വഭാവത്തിലാണ് നമ്മുടെ ഗുണം മനുഷ്യൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജാതി മതം ഒന്നും നമുക്ക് വേണ്ട, പേരും ഒന്നുമല്ല. എത്രയോ ക്രിസ്ത്യൻ നെയിം ഉള്ളവർ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്കറിയാം, അല്ലെ അവരുടെ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ കൊച്ചിലെ മുതലേ എന്നോട് ഈ ഹിന്ദുയിസം ഒത്തിരി പറഞ്ഞു തരുമായിരുന്നു. എന്നിട്ട് എന്നോട് പറയുമായിരുന്നു, മോളെ, പിന്നെ മോള് പിന്നെ ഒരു കല്യാണം കഴിക്കുന്ന സംബന്ധിച്ച് എന്നോട് പറയുമായിരുന്നു, മോളെ, കല്യാണം കഴിക്കുമ്പോൾ ഒരാളെ ചിന്തിച്ചാൽ അവനെ കല്യാണം കഴിക്കാവൂ, ആ വ്യക്തിയെ കല്യാണം കഴിക്കാവൂ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന്. ഉദാഹരണം സീതയാണ് പറയുന്നത്. രാവണന്റെ അടുത്ത് സീതയെ കൊണ്ടുവന്നപ്പോഴും സീതയ്ക്ക് രാമനെ മാത്രമേ ചിന്തയുള്ളൂ. പിന്നെ അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ശകുന്തളയുടെ കയ്യിൽ റിങ് ഇട്ടതിന് ശേഷം ശകുന്തളയ്ക്ക് പിന്നെ ദുഷ്യന്തനെ മാത്രമേ ചിന്തയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പവിത്രത വേണം എന്നൊക്കെ അച്ഛൻ പറയുമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഇതുപോലും എനിക്കൊരു
അസ്വസ്ഥത അറപ്പും ഇതുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ഒരു പവിത്രതയിലോട്ട് പോകാൻ എന്നെ എൻ്റെ അച്ഛൻ നല്ലൊരു ഗുണമാണ് എനിക്ക് ചെയ്തത്. അപ്പോൾ തന്നെ ഓർണമെന്റ്സ് ഇടരുതെന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എന്തോ ചെയ്യുമെന്ന് അറിയാം, അച്ഛൻ അറിയാതെ പിന്നെ കോളേജിൽ ചെല്ലുമ്പം ഞാൻ എന്താ കാത് സ്റ്റഡുണ്ട് അപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാന്ന് കോളേജിൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അത് ഹിന്ദുക്കളുടെ കോളേജാ. ഹിന്ദുക്കളുടെ കോളേജ് എന്നല്ല, എല്ലാ ദൈവങ്ങളെ കുറിച്ചുള്ള സ്തുതികളാണ്. ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ച് അവിടെ ഒന്നുമേ ഇല്ല. അപ്പം ഹിന്ദു ഇസ്ലാമത്തിലുള്ള ഒരു കോളേജ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു ക്രിസ്ത്യാനി കോളേജിൽ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഇതാ. എന്നാൽ ഓർത്തഡോക്സുകാർ, മർത്തോമാക്കാർ അങ്ങനെയൊക്കെയുള്ള സമുദായക്കാരൊക്കെ പോകുന്നുണ്ട്. പെന്തക്കോസുകാർ ഒരിക്കലും പോകത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് യേശുവിനെ മാത്രമേ ദൈവമായിട്ട് കാണുന്നുള്ളല്ലോ, അതുകൊണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു കോളേജിൽ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് പോകുന്ന എനിക്കൊരു ഇൻഫീരിയോറിറ്റി ആയിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുറമേ ഉള്ള എല്ലാ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്, ബ്രാഹ്മിൺസ് കുടുംബത്തിൽ നിന്ന് ഈ കൊച്ചുമക്കളായി ഇങ്ങനെ വന്നെങ്കിലും ഇങ്ങനെ. പിന്നെ ഞാൻ എന്തേ ക്രിസ്ത്യാനിയായിട്ട് കഴിയുന്നേ? എൻ്റെ ബ്ലഡ് അതല്ലേ, ഇതൊക്കെ എന്നെ ഭരിക്കുന്നത്. ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നതല്ലേ, പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ ഈ ഓർണമെന്റ്സും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നടക്കുന്നത്? എന്തോ പൊട്ടത്തരം ഈ വലിയ വല്യപ്പച്ചൻ ചെയ്തു വെച്ചത്. ഈ ഓർണമെന്റ്സ് എന്തിനാ ഇല്ലാതാക്കിയത്? ഓർണമെന്റ്സ് അവരിടുന്ന പരമ്പര ആ സമയം ഇനി നല്ല ദേഷ്യമായിരുന്നു. ഈ ഓർണമെന്റ്സ് കളയണ്ടായിരുന്നു. ഇറച്ചി മീനി മുട്ടയും ഒക്കെ അത് കഴിക്കാതിരിക്കുക, അതെനിക്ക് ഇഷ്ടം. അത് വെറുപ്പായിരുന്നു ഇറച്ചി മീനും മുട്ടയും കഴിക്കുന്നത്. ഇപ്പോഴും ഞാൻ കഴിക്കത്തില്ല. ഒരിക്കൽ കോളേജിൽ ചെന്നപ്പം എൻ്റെ ഒരു കൂട്ടുകാരി എന്തോ ഒരു ഏറ്റവും സ്മെല്ലുള്ള ഒരു മീനുണ്ടല്ലോ, എന്തോ എൻ്റെ പേര് എനിക്കറിയത്തില്ല, എന്താ ആ മീന് ഏതാണ്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുന്ന ചോറും കൊണ്ട് വന്നപ്പം, നീ അങ്ങനെ മീൻ കഴിക്കാതിരിക്കുന്നത് ശരി, നിന്റെ അടുത്തിരുന്ന് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഷൈനി എന്നാ കുട്ടിയുടെ പേര്. ഞാൻ പറഞ്ഞു, ഷൈനി എൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കല്ലേ, ഞാൻ നൊമിറ്റ് ചെയ്ത് എൻ്റെ ഇടപാട് തീരുന്നു ചെയ്യരുതെന്ന് പറഞ്ഞപ്പം അവൾ നിന്റെ അടുത്ത് ഇരുന്ന് കഴിക്കുന്നുള്ളൂ പറഞ്ഞു. എന്തോ മത്തിയോ എന്തോ എനിക്കറിയത്തില്ല. അപ്പം ആ മീൻ അവിടെ ഇന്ന് കഴിച്ച് ഞാൻ ഒമിറ്റ് ചെയ്ത് പിന്നെ പ്രിൻസിപ്പൾ വരെ വന്ന്, പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അപ്പയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്തോ പറ്റി ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ പറഞ്ഞതായി ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന്, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്രയ്ക്ക് വെറുപ്പായിരുന്നു. ഇറച്ചി മീനും മുട്ടയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വെറുപ്പായ സ്മെല്ലൊന്നും എനിക്ക് സഹിക്കത്തേ ഇല്ല. അപ്പം ആഭരണത്തിൻ്റെ കാര്യം ഭയങ്കര സന്തോഷം. ആഭരണം ഇടണം, എന്തൊക്കെ ഏത് ഡ്രസ്സുണ്ടോ ആ ഡ്രസ്സിന്റെ കല്ലുള്ള. എന്നിട്ട് അച്ഛനെങ്ങാണോ ആ കോമ്പൗണ്ടി വരുന്ന അച്ഛൻ എപ്പോഴും ഞാൻ പറയാം, അച്ഛൻ അന്ന് ലെറ്റർ അയക്കുന്ന ഒരു സംഭവം ഇല്ലയോ, അച്ഛൻ വരുമ്പോഴേ ഞാൻ എല്ലാം പെട്ടെന്ന് ഊരി പറിച്ച് ബാഗിനകത്തോട്ട് അങ്ങിടും. കാരണം ഞാൻ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് പറയുന്നത് ഇഷ്ടമേ അല്ല. അപ്പോൾ തന്നെ കോളേജിൽ ചെന്ന് എൻ്റെ ഒഫീഷ്യൽ നെയിം സാറാമ്മ ജോസഫ് എന്നാണ്. അപ്പം എൻ്റെ സാറാമ്മ ജോസഫ് എന്ന് അറ്റൻഡൻസ് നമ്മളെ വിളിക്കുമല്ലോ. അപ്പം കോളേജിൽ ഒരു അറ്റൻഡൻസും കളയരുത്, കോളേജിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പൊക്കോണം, അങ്ങനെയൊക്കെ അച്ഛൻ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടെല്ലാം പറഞ്ഞിട്ടാണ് പോയി. അപ്പം ടീച്ചേഴ്സിനൊക്കെ എന്നെ വലിയ കാര്യമാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ മുതൽ തേർഡ് ഇയർ വരെ ഉള്ള ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ് എല്ലാം എന്നെ ഭയങ്കര സ്നേഹമുള്ളായിരുന്നു. അപ്പം ഞാൻ ആദ്യം 10-15 ദിവസം എൻ്റെ അറ്റൻഡൻസ് പോയി. കാര്യം സാറാമ്മ ജോസഫ് എന്ന് വിളിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുമ്പം എൻ്റെ അറ്റൻഡൻസ് പോയി. ലാസ്റ്റ് ഗതികെട്ട് അച്ഛനോ അമ്മയോ അറ്റൻഡൻസ് പോയെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 60 കുട്ടികൾ വോക്കൽ സെക്ഷൻ മാത്രമാണ്, ബാക്കി മൃദംഗം, വയലിൻ, വീണ എല്ലാം, ഡാൻസ് സെക്ഷൻ എല്ലാം വേറെ കുട്ടികളുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളുള്ള കോളേജാണ്. അപ്പം വോക്കൽ മാത്രമാണ് ഞാൻ മുമ്പേ പറഞ്ഞത് 60 കുട്ടികളുണ്ടെന്ന്. അപ്പം ഈ എന്നാ പേര് സാറാമ്മ ജോസഫ് എന്ന് വിളിക്കാൻ ഞാൻ മിണ്ടത്തില്ല. ലാസ്റ്റ് ഗതി കെട്ട് ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ടീച്ചർ, അന്നത്തെ ടീച്ചറിൻ്റെ പേര് ഹൈമതി ടീച്ചർ എന്നാണ്. ഹൈമതി ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ എന്നെ സാറാമ്മ ജോസഫ് എന്ന് വിളിക്കല്ലേ, എൻ്റെ പേര് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആ പേര്, എൻ്റെ അച്ഛൻ എനിക്ക് ഇട്ടതാ സാറാമ്മ ജോസഫ് എന്ന്. അപ്പം പക്ഷേ എനിക്ക് ഒരു 10-17 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഈ സാറാമ്മ ജോസഫ് എന്നുള്ള പേര് ഇവർ ഈ UMA സഭയിൽ അംഗീകരിച്ച ഒരു പേര്, പട്ടാഭിഷേകം എന്നാണ് അതിന് പറയുന്നത്. പട്ടാഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാമോദീസ പോലെ നമ്മുടെ ഇതുപോലൊക്കെ അന്നത്തെ അങ്ങനെ വെള്ളം തളിച്ച് സാറാമ്മയെ ഞാൻ നിന്നെ പേരിടിയില്ല, സാറാമ്മ ജോസഫെ ഞാൻ നിന്നെ പട്ടാഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പേരിട്ട്. അപ്പൊ അന്ന് അച്ഛൻ എന്നോട് ചോദിച്ചാ, വല്യമ്മച്ചിയുടെ പേര് സുന്ദരിയമ്മാൾ എന്നായിരുന്നു, സുന്ദരിയമ്മാൾ നിനക്കിടട്ടെ പേര്, അല്ലെങ്കിൽ ഗായത്രി എന്നിടട്ടെ, അല്ലെ സാറാമ്മ ജോസഫ്, 3 പേരുണ്ടെന്ന് പറഞ്ഞപ്പം അച്ഛൻ സാറാമ്മ ജോസഫ് നല്ല പേരല്ലേ മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും പക്ഷെ എങ്ങനെയോ കറങ്ങി കുത്തി സാറാമ്മ ജോസഫ് വന്നു. പക്ഷേ എനിക്കത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പേര് സുന്ദരിയമ്മാൾ എന്ന അച്ഛൻ്റെ അമ്മയുടെ പേര് സുന്ദരിയമ്മാൾ എന്ന. അപ്പം പിന്നെ ആ സുന്ദരിയമ്മാൾ എന്നുള്ള പേരിടട്ടെ എന്ന് പറയും. ഇനി അച്ഛൻ്റെ അമ്മയുടെ പേര് സാറാമ്മ എന്നാ,
സാറാമ്മ എന്ന ആ പേരാ എനിക്ക്. സാറാ സത്യബോധിനി എന്നായിരുന്നു വല്യമ്മച്ചിയുടെ അങ്ങനെ പേര് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബോധകൻ അച്ഛൻ പുരോഹിതൻ എന്നൊക്കെയുള്ള അത് നമ്മൾ ആ മറ്റേ കാര്യം അങ്ങനെ നമ്മുടെ ഈ ചർച്ചില് പാസ്റ്റർമാർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ യുഎംഎ സഭയിൽ ബോധകർ ഓക്കെ. അപ്പൊ അങ്ങനെ ചുരുക്കം പറഞ്ഞ സാറാമ്മ ജോസഫ് എന്നുള്ള പേര് ടീച്ചറെ എന്നെ വിളിക്കല്ലേ പറഞ്ഞു. ശരി മോളെ, നിനക്കതൊരു ബുദ്ധിമുട്ടാണെ ഞാൻ വിളിക്കുന്നില്ല, അതിന്റെ അടി ഞാൻ സിജിന്ന് ഇട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ എന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വന്നപ്പോഴും കുഴപ്പമില്ല. ആ ടീച്ചറും എന്നെ ഭയങ്കര ഇഷ്ടമായി. സ്റ്റാഫ് റൂം ടീച്ചേഴ്സിനൊക്കെ എന്നോട് വലിയ കാര്യമായിരുന്നു. കാര്യം ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ ഞാൻ സമാധാനമായിട്ട് അവിടെ ഇരിക്കുകയും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം പുറകെ നടന്ന് അറിയാൻ വയ്യാത്ത പഠിപ്പിച്ച പാഠങ്ങൾ അറിയത്തില്ല. ക്ലാസ്സിൽ ചെന്ന് സ്റ്റാഫ് റൂമിൽ ചെന്ന് പറഞ്ഞു, ടീച്ചറെ എനിക്കത് മനസ്സിലായില്ല, നീയേ ഉള്ളോടി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, മറ്റുള്ള പിള്ളേർ അത്രയില്ല. എന്നാൽ പിള്ളേരോടാണെങ്കിലും പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പാട്ടിനോടൊരു ഭയങ്കര ആർത്തിയായിരുന്നു പഠിക്കണമെന്നുള്ളത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ എന്താ ആ ടീച്ചറും 2 ടീച്ചേഴ്സും ശരിക്കും പറഞ്ഞു, ഓക്കെ നിന്നെ ഞാൻ അങ്ങനെ വിളിക്കത്തില്ല സിജി തന്നെ. പക്ഷേ തേർഡ് ഇയർ വന്നപ്പം ഒരു 2 വസന്ത ടീച്ചർമാർ, കൊച്ചു വസന്തയും വലിയ വസന്തയും. അപ്പോൾ ഈ കൊച്ചു വസന്ത ടീച്ചർ പറഞ്ഞു, കുട്ടി തനിക്ക് എന്താ സാറാമ്മ ജോസഫ് എന്ന് വിളിച്ചാൽ കുഴപ്പം? തൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരല്ലേ സാറാമ്മ ജോസഫ്, തനിക്ക് എന്തുകൊണ്ട് അത് ബുദ്ധിമുട്ട്? അതുകൊണ്ട് ഞാൻ നിന്നെ സാറാമ്മ ജോസഫിനെ വിളിക്കത്തുള്ളൂ പറഞ്ഞു. അതോടുകൂടി ഞാനും ആ ടീച്ചറുമായിട്ട് അങ്ങ് മാനസികമായിട്ട് പിണങ്ങിയില്ല. ഹൃദയത്തിനകത്ത് ടീച്ചറിനോട് എനിക്ക് ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം അങ്ങനൊരു അവസ്ഥയിലായി. അപ്പോൾ ക്ലാസ്സിൽ വെച്ച് സാറാമ്മ ജോസഫ് തന്നെയാ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ മറ്റുള്ളവർ പിള്ളേരെല്ലാം കൂടെ അന്തിച്ചു പോയി. കാര്യം അതുവരെ പിടികൊടുത്തില്ല. അപ്പൊ പിള്ളേർ സാറാമോ എന്ന് പിന്നെ നമ്മളെ അങ്ങ് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഏറ്റവും ഭയങ്കര അസ്വസ്ഥതയായി. അപ്പം ശരിക്കും അന്നേരം ഇത്രയും നാള് ഞങ്ങൾ ഓർത്ത് 60 കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്രയോ സ്റ്റേറ്റുകളിലും എത്രയോ കൺട്രികളിലും കൺട്രികളിൽ നിന്നും വന്ന് അഡ്മിഷൻ കിട്ടാതെ കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി അഡ്മിഷൻ കളഞ്ഞല്ലോ എന്നോർത്ത് ഞങ്ങൾ സ്റ്റുഡൻസ് മൊത്തം വിഷമിച്ചതാ. എന്നിട്ട് നീ ഇത് ഭയങ്കര കള്ളത്തരം നീ ഭയങ്കര മിണ്ടാതിരുന്നല്ലോടി, നിന്റെ പേരായിരുന്നല്ലോ സാറാമ്മ ജോസഫ്. അങ്ങ് തേർഡ് ഇയറിലായപ്പോഴാ എൻ്റെ പേര് എല്ലാവരും അറിയുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ കോളേജിൽ പോലും എന്നെ ഈ ക്രിസ്ത്യാനിയാക്കി എന്ന് വെച്ചാൽ എനിക്ക് മൊത്തം മറ്റേ സ്പിരിറ്റാ എന്നാ ബ്രാഹ്മൺ സ്പിരിറ്റ് എൻ്റെ മണ്ടേ കിടക്കുന്നത് മൊത്തം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുന്നു, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ, അതുപോലും എനിക്ക് അസ്വസ്ഥ. പക്ഷെ ഓർണമെന്റ്സ് ഊരാത്തത് എന്താന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനിയാന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഓർണമെന്റ്സ് ഇടുന്നത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഓർണമെന്റ്സ് അച്ഛനെ കാണുമ്പോൾ ഇടത്തില്ല. പക്ഷെ അവസാനം ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് ഇഷ്ടമാണ് ഓർണമെന്റ്സ് ഇടാൻ. അച്ഛന് അങ്ങനെ ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നണ്ടേ, എൻ്റെ മനസ്സിനകത്ത് ഓർണമെന്റ്സ് ഇടാൻ ഇഷ്ടമാണ്. അച്ഛൻ പറയാ ഊരിക, അച്ഛൻ പറയുന്നതുകൊണ്ട് ഞാൻ കേൾക്കാം, എല്ലാം എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഓർണമെന്റ്സ് ഇഷ്ടമുള്ളൂ. അങ്ങനെ ഇച്ചിരി വാക്ക് തർക്കത്തിലായിരുന്നു. എന്നാലും അച്ഛൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ കാര്യമായിരുന്നു എൻ്റെ അപ്പയ്ക്ക്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഇനി വിശ്വാസ വരാനുള്ള കാരണം എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹന്നെ പോലെ ഞാൻ മുറിക്കകത്തൊക്കെ ഇരുന്ന് കരയാൻ തുടങ്ങി. കഷ്ട സമയങ്ങളൊക്കെ വരുമ്പോൾ യേശുക്രിസ്തുവിനോട് ഭയങ്കര സ്നേഹമാണ്. യേശുക്രിസ്തുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ള കല്യാണത്തിന് മുമ്പും യേശുവിനെ ദൈവമായിട്ട് കാണാൻ ഇഷ്ടമാണ്. അത് ഉള്ളിലേ ആകാവൂ, പുറമെ ആരും അറിയരുത്. എന്ന് വെച്ചാൽ എനിക്ക് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് ഇഷ്ടം. നിങ്ങൾ ഈ കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ ഈ വിശ്വാസപരമായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തൊന്നുമില്ല? അല്ല, അത് എനിക്ക് അങ്ങനൊന്നും ഒരു വിഷയമുള്ള ആളല്ലായിരുന്നു. അങ്ങനൊന്നും ചിന്തിച്ചില്ല. അന്ന് കല്യാണം നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള ഒരാള്, പ്രത്യേകിച്ച് സംഗീതമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് സംഗീതത്തിന് ജാതി മതം ഇല്ലല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നല്ലോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ചിന്തിക്കാനുള്ള ബോധമൊന്നും അന്നില്ല. ലെവലല്ലേ, എനിക്കത് ഇഷ്ടമേ അല്ല. അതുകൊണ്ടാണ്
ക്രിസ്ത്യാനി എന്നുള്ള ഒരു അപ്പോൾ തന്നെ. പക്ഷെ എങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. ബൈബിൾ വായിക്കുമെങ്കിലും നമ്മുടെ ഈ ഹൈന്ദവ പാരമ്പര്യം കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ ബൈബിള് വായിച്ചോ, പക്ഷെ അത് പുറത്ത് ആരും അറിയരുത് എന്ന് ഞാൻ പറയുമായിരുന്നു. എനിക്ക് എന്തൊരു വിഷമം വരുമ്പം ഞാൻ ബൈബിൾ പോയി ഓടിച്ചെന്ന് വായിക്കുമ്പം അതിനകത്ത് എന്നോട് അങ്ങ് ഇടപെടും. ഇപ്പം മഹാഭാരതമോ അല്ലെങ്കിൽ രാമായണമോ ഇത്ര പിന്നെ ഖണ്ഡിക വിട്ട്, ഇത്ര പിന്നെ വേർഡ്സ് വിട്ട്, ഇത്ര അക്ഷരങ്ങൾ വിട്ട്, അക്ഷരങ്ങൾ വിട്ട് ഇങ്ങനെ ഓരോ പടിയുണ്ട്, അത് കഴിയുന്നതിനെ കൊള്ളതായിരിക്കും എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പാരമ്പര്യം. അതൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞു തട്ടാം. അപ്പം അതുകൊണ്ട് ഞാൻ അന്നേരം പെട്ടെന്ന് ബൈബിൾ എടുത്തു നോക്കുമ്പം പിന്നെ അന്നേരം ഞാൻ പെട്ടെന്ന് എനിക്ക് ചിരി വരാൻ കാരണമില്ല, യൂദാ തൂങ്ങിച്ചെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടു, പെട്ടെന്ന് എൻ്റെ ഇതിൽ വന്നു. അപ്പം അതിങ്ങനെ അങ്ങോട്ട് വായിച്ചു വരുമ്പോഴെല്ലാം എന്നോടാ സംസാരിക്കുന്നത്. അപ്പം വലിയൊരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പം, സിജി അതെന്തായിത്തീരും, നിന്റെ ബൈബിളിൽ നോക്കി ഒന്ന് നോക്കിക്കേ എന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മല പോലെ വരുന്നത് മഞ്ഞ് പോലെ ഒഴുകിപ്പോകും, വിഷമിക്കണ്ട. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് വിശ്വാസമായി. പ്രവചനമൊന്നും അല്ല പറഞ്ഞത്, അന്ന് യേശുവായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ യേശുവിനെ അകത്തൊരു ഭക്തയാണ് ഞാൻ. അങ്ങനെ ആയി ചുരുക്കം പറഞ്ഞാൽ ഞാൻ എപ്പോഴും കാര്യം, ദൈവമേ നീ സത്യ ദൈവമാണെങ്കിൽ എനിക്ക് തന്ന എൻ്റെ ഭർത്താവ് ഈ യേശുവിനെ ഒന്ന് കാണാനിടയാകണേ. ഇനി എൻ്റെ വീട്ടുകാർക്കൊരു സന്തോഷമാകും, അവരെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട്, കർത്താവെ ഇത് സത്യമാണെങ്കിൽ എന്ന് ഞാൻ കരയും. എൻ്റെ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും യേശു ക്രിസ്തു എന്നെ ഒരുപാട് പിന്നെ ആ ഭയം, ആ പണ്ടത്തെ ഭയം, ആ ഭയമൊക്കെ യേശുവിനെ വിളിക്കുമ്പോൾ ആ ഭയം അങ്ങ് മാറിപ്പോവും. അപ്പം എനിക്ക് തോന്നി ഈ ഭയത്തിനൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് യഥാർത്ഥ ഈ വെളിച്ചം വരുമ്പോൾ ഇരുള് മാറിപ്പോകുമല്ലോ, വെളിച്ചം ഉള്ളിടത്ത് ഇരുളിന് സ്ഥാനമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഭയം എന്നിൽ നിന്ന് മാറാൻ ഒരു ഇതുവരെ. എങ്കിലും ഇദ്ദേഹത്തോട് എനിക്ക് സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വിശ്വാസത്തിൽ വരാൻ പറയാനും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ വല്ല മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഞാൻ പറയും നമുക്കൊന്ന് പോകാം, ആ മീറ്റിങ്ങിനൊക്കെ ഒന്ന് പോകാം, അതിനെന്താ ഞാൻ വരാമല്ലോ എന്ന് പറയും. അപ്പം ഒരു ദിവസം എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ അങ്ങ് നിലവിളിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് സ്വസ്ഥത തരുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് ഭാരപ്പെട്ട് വിഷമിച്ച ദൈവത്തോട് പല ദിവസങ്ങളിലും ഒക്കെ ഞാൻ കരയും. അപ്പോൾ തന്നെ നമ്മുടെ അവിടെ കോളേജിൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഒരു പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പെന്തക്കോസ്കാരാണോ? അതെ. ഞാൻ പറഞ്ഞാൽ ഇവിടെ ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട്, വെറ്റ, പാക്ക്, ഇത്ര 101 രൂപയാണ് 100, അതും കൊടുത്തിട്ട് ദക്ഷിണ തന്നിട്ടാണ് ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. എന്നാലേ നിങ്ങളുടെ അറ്റൻഡൻസ് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കത്തുള്ളൂ, രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ ഞങ്ങളതൊന്നും കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സംഗീതമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ? പണ്ട് യേശുദാസ് സാറ് പിന്നെ തിരുവനന്തപുരം സ്വാരണ സംഗീത കോളേജിൽ പഠിക്കാൻ ചെന്നപ്പം ചെമ്മാങ്കുടി പറഞ്ഞു, എടാ മാപ്പിളയ്ക്ക് ഇവിടെ സംഗീതം ഇരിക്കുന്നത്, അവനൊരു കഴിവില്ല, നീ ഇവിടെ വന്ന സംഗീതമൊന്നും പഠിച്ചാൽ നിനക്കൊന്നും തലയിൽ കയറാൻ പോകുന്നില്ലെന്ന് പണ്ട് യേശുദാസ് സാറിനോട് പറഞ്ഞതാ എന്ന് പിന്നെ എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ സംഗീതം മനസ്സിലാവുമോ, നിങ്ങൾക്ക് സംഗീതം എന്താണെന്ന് അറിയാമോ, എന്നാലും വന്നിരുന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ദക്ഷിണയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ടീച്ചറെ ഞാൻ അത് മാത്രം തരത്തില്ല. ഞാൻ പിന്നെ അന്നെന്തോ എൻ്റെ മനസ്സലിവ് തോന്നി, പോട്ടെ നിങ്ങൾ കയറിയോ. എന്നാൽ ക്രിസ്ത്യാനികളോട് അവർക്ക് പാട്ടിന് കഴിവില്ലെന്നുള്ളൊരു അഹങ്കാരം എൻ്റെ മനസ്സിന് എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു, ഒരു നിഗളം എനിക്ക് ഭരിക്കാം. പക്ഷേ തമ്പുരാൻ്റെ സൃഷ്ടികളെല്ലാം മനുഷ്യന് മതങ്ങളെ ഉണ്ടാക്കിയ, മതങ്ങളാ ദൈവങ്ങളെ സൃഷ്ടിച്ചതെന്നുള്ള വെളിപ്പാട് പിന്നല്ലേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് നമ്മളെ ഉച്ചനീചത്വത്തിലാ വളർത്തി വരുന്നത്, മനസ്സിലായി. അപ്പം അത് നമ്മുടെ അകത്ത് ഇങ്ങനെ ഭരിക്കുന്നുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ പെന്തക്കോസ്തുകാർ പിള്ളേരെയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ പാസ്റ്റർ എന്നോട് ഞാൻ പിന്നെ കൂടുതൽ അടുക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, എൻ്റെ കൂട്ടുദാസന് വേണ്ടിയോടൊന്ന് കൂട്ടുദാസൻ എന്നല്ല അന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയോടൊന്ന് പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ദൈവം സത്യമാണെങ്കിൽ അതിനകത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു. ജോസ് പാസ്റ്ററോട് ഞാൻ പറയുമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മോനെ ഇപ്പോഴും ഇദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ഗൾഫിലാണ്, അവൻ വോക്കലാണ് ഇപ്പോൾ എടുക്കുന്നത്, അന്ന് വയലിനായിരുന്നു പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, തീർച്ചയായിട്ടും. അപ്പോൾ പുള്ളിക്കൊരു സന്തോഷം ഭയങ്കര. പിന്നെ ഞാനും കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ ഒരു
വിങ്ങി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പിന്നെ പ്രോഗ്രാമിന് നമുക്കൊരു മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞു. വേറൊന്നുമല്ല, ഹെവൻലി ഫീസ്റ്റിന്റെ മീറ്റിംഗ് ചെട്ടിമുക്കിന് നടക്കുക. അപ്പം അവിടാണോ എങ്ങോ തോന്നുന്നു, അവിടാന്ന് തോന്നുന്നു, ഏതോ ഒരു മീറ്റിങ്ങിന് പോയപ്പം പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ, എനിക്ക് ഇത്ര ആശ്വാസം സന്തോഷവും കിട്ടുന്നു എന്ന് പറയും. ആരും അറിയുന്നില്ല, നമ്മൾ ഇതിനകത്ത് ഈ ജനത്തിനകത്തിരുന്ന് നമ്മൾ കേട്ടേച്ചങ്ങ് പോകാം, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇതിനകത്തോട്ട് ഒന്ന് കൊണ്ടുവരണം, എനിക്കും ഇതിനകത്ത് വരണം, ഇതാണ് എൻ്റെ ആഗ്രഹം. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇദ്ദേഹം വീട്ടിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞു അല്ല അവിടെ ചെന്നപ്പം അതിനകത്ത് ഇരിക്കുമ്പം ഇദ്ദേഹത്തിന് ചിന്ത വന്നു, ഇതെല്ലാം ഈ പാർട്ടിക്കാരൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി അതുപോലെ ആളെ ഇറക്കി ഈ രോഗസൗഖ്യമൊക്കെ ഉള്ളതായി എന്ന് ഇദ്ദേഹത്തിന് ചിന്തിച്ചപ്പം അവിടെ നിന്ന് ഒരു പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, മോനെ നിന്റെ മനസ്സിൽ അതല്ലയോ, ഇദ്ദേഹം എന്തോ ചിന്തിച്ചോ അതോ. അപ്പൊ ഇദ്ദേഹത്തെ ഒന്ന് ഉടക്കി, ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഉടക്കി. അത് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്കൊരു എത്ത് കിട്ടി, എന്തോന്ന് പിടിവള്ളി കിട്ടി. പ്രേയറിന് പോകണമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. ശരി പോകാൻ ഞാൻ എതിർപ്പില്ലല്ലോ, ഇല്ലാത്ത ഒരാളാണ്. അപ്പം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിൽ കണ്ട് എന്തായാലും പോയേക്കാം. കാരണം ഈ രാഷ്ട്രീയക്കാർ ഇപ്പൊ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാര് സമരം വിജയിപ്പിക്കാനായിട്ട് ആൾക്കാരെ പൈസ കൊടുത്തുകൊണ്ടുവന്ന് അവര് സമരം വിജയിപ്പിക്കും. അത് കഴിഞ്ഞാൽ അവര് ആ ഡ്യൂട്ടി കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ ഈ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഇവര് പൈസ കൊടുത്ത ആളിനൊക്കെ ഇവിടെ സൗഖ്യം നടന്നു, അവിടെ ഇന്ന വിടുതൽ നടന്നു എന്നൊക്കെ പറയിപ്പിക്കായിരിക്കും, ആളിനെ കൂട്ടാനുള്ള പരിപാടിയായിരിക്കും. ഇത് ഞാൻ മനസ്സിൽ ചിന്തിച്ച് കാണാം. അപ്പൊ ഈ ഇങ്ങനെയുള്ള കൺവെൻഷൻ അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ പോയിരുന്നാൽ എന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് പോയിരിക്കും. ഇങ്ങനെ നടുക്ക് പോയി ഇവരെന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാനാ പോയിരിക്കുന്നത്. അന്ന് ഇത് ചിന്തിച്ചുകൊണ്ട് അവിടെ പോയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നേരെ ഇരുന്നപ്പോൾ അന്ന് പ്രസംഗിച്ച ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം നേരെ എന്നെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞ, മോനെ നീ ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും ഇവിടെ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങൾ പൈസ കൊടുത്ത ആളിനെ ഇറക്കി ഇത് പറയിപ്പിക്കാന്നായിരിക്കും അതേ വേർഡ് ഞാൻ ചിന്തിച്ചത് അതുപോലെ പറഞ്ഞപ്പം അതെനിക്കൊന്ന് മുടക്കി. അങ്ങനെയാണ് ആ ഒരു വിശ്വാസത്തിലേക്ക് ഒരു ചിന്ത വന്നത്, ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ അതിനോട് പോകാനുള്ളൊരു വർദ്ധിച്ചു. അപ്പോൾ തന്നെ അവിടെ ഒരു സ്നാന ശുശ്രൂഷ നടക്കുന്നെന്നറിഞ്ഞു വേറൊരു ചർച്ചിൽ. അപ്പം അവരിങ്ങനെ സ്നാന ശുശ്രൂഷ നടക്കുന്നെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹം, നമുക്ക് ആ സ്നാന ക്ലാസ് ഒന്ന് കേൾക്കാൻ പോകാം, നമുക്ക് അവരുടെ സ്നാനം ഒന്ന് കാണാൻ പോകാം, നമുക്ക് എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണീര് തോഴുന്നില്ല, ഇപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. സ്നാന ക്ലാസ് നടക്കുന്നു, സ്നാനം നടക്കുന്ന ഒരു ചർച്ചിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ഇദ്ദേഹത്തെ ഒന്ന് കൊണ്ടുപോകാൻ, അപ്പം എങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് അങ്ങ് വിഷമിച്ച് പറയുകയാണെങ്കിൽ അങ്ങ് സമ്മതിക്കും. കാരണം എൻ്റെ അപ്പ കഴിഞ്ഞാൽ പിന്നെ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിലാണ് ഫുൾ അങ്ങ് ഡിപ്പെൻഡാണ് ഞാൻ. ആ സമയത്ത് ഭയങ്കര ഡിപ്പെൻഡ്. വിളിക്കും, പുള്ളി വിളിക്കുമ്പോൾ അതാ രസം. പുള്ളി യേശുക്രിസ്തു അകത്ത് ഏകദേശമൊക്കെ ഒന്ന് ദൈവമാണെന്നൊരു രൂപരേഖ കിട്ടി തുടങ്ങിയ സമയം മുതൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകുന്ന ഇഷ്ടമല്ല. പിന്നെ ഇദ്ദേഹം പറയും, സിജി രാവിലെ നമുക്ക് തീർത്ഥം കുടിച്ചിട്ട് കടുങ്കാപ്പി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ പറയാം അതിനെന്താ ഞാൻ വരാമല്ലോ എന്ന് പറയും. എന്നിട്ട് ഞാൻ ഉള്ളുകൊണ്ട് പറയും, രാജ നിന്നെ എനിക്ക് ഒരു സന്തോഷവും ഇല്ല, ഞാൻ പക്ഷേ എൻ്റെ ഭർത്താവിനെ ഒന്ന് മാനിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പോവാ, എനിക്ക് ഇതിലൊരു വിശ്വാസവും ഇല്ല എന്നെ ഉള്ളുകൊണ്ട് എന്നെ അങ്ങ് സമാധാനിപ്പിക്കും. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ പോകും. പക്ഷെ ഈ ഓരോ ഇങ്ങനെ 3 ഈ വലം വെക്കും, 3 വലം വെച്ചിട്ട് ശ്രീകോവിൽ ഇങ്ങനെ വലം ചുറ്റിയിട്ട് അവസാനം ആ പോറ്റിയുടെ നിന്ന് തീർത്ഥം വാങ്ങിക്കുന്നത്, 3ാമത്തെ റൗണ്ടിൽ ചെന്ന് തീർത്ഥം വാങ്ങിക്കും. അപ്പൊ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പം എനിക്ക് മനസ്സിലാവും ദൈവം സർവശക്തൻ, ദൈവം സൃഷ്ടാവും ഇത് സൃഷ്ടിയുമാണല്ലോ, എന്നെ ഭരിക്കുന്ന ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റും. ഒരു ക്രിസ്ത്യാനിയാന്നേ പറഞ്ഞാൽ ചിലപ്പം അത് വല്ല പ്രശ്നമുണ്ടോ, ഞാനിതിൽ നിന്ന് എൻ്റെ അനുഭവമല്ലേ ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിന് ചുറ്റുമ്പോഴെല്ലാം ദൈവമേ ഇത് ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളാണല്ലോ. ഇവ മറിയാണെങ്കിലും
ശരിക്കും യേശുക്രിസ്തുവിനെ പച്ചക്കണ്ണുള്ള യേശു, നീല കണ്ണുള്ള യേശു ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചാൽ അതിനെ ആരാധിക്കുക മനുഷ്യർ. അപ്പൊ എനിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. ഇങ്ങനെ ദൈവം സൃഷ്ടാവും, ഇത് സൃഷ്ടിയുമാണ്. അപ്പൊ സൃഷ്ടിയെ ആരാധിക്കണോ സൃഷ്ടാവിനെ ആരാധിക്കണോ? അപ്പൊ സൃഷ്ടാവിനെയല്ലേ ആരാധിക്കേണ്ടത്. ശരിക്കും അത് തിരിച്ചറിവ് വന്നത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ ഞാൻ പറയും, ഞാൻ ദൈവത്തിന് ദൈവമേ നീ സത്യദൈവമാണെങ്കിൽ ഞങ്ങളുടെ അകത്തത് പ്രകാശിക്കണമേ, ദൈവമേ നിനക്ക് മഹത്വം എന്ന് അത്രയൊക്കെ പറയും. കാരണം ഇതൊക്കെ അത്രയൊക്കെ അറിയത്തുള്ളൂ പറയാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹം വിചാരിക്കും വലിയ നാമങ്ങളൊക്കെ ജപിക്കുക ഞാൻ അതേപോലെ യേശുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം ഞാൻ ഭയങ്കര ഭക്തയാണെന്ന ഇദ്ദേഹത്തിന്റെ ചിന്ത. പക്ഷെ എനിക്ക് അതുമായിട്ട് ഞാൻ ആട്ടെ തൊടിയിപ്പിക്കത്തേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഈ തീർത്ഥം ഈ പോറ്റി ഒഴിച്ചു തരും. അപ്പൊ ഇദ്ദേഹം വായിച്ച് ഇങ്ങനെ അങ്ങ് കുടിക്കും. അപ്പൊ ഞാൻ എന്താ പറയുക, ഇദ്ദേഹം ഈ തീർത്ഥം ഒഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ വെക്കും, അദ്ദേഹം തീർത്ഥം ഒഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് കളയും, എന്നിട്ട് ഞാൻ ഇങ്ങനെ വയ്ക്കും. അപ്പം എൻ്റെ അകത്ത് ഞാൻ കൊണ്ടുചെല്ലത്തില്ലെന്ന് അത് എന്തൊക്കെയോ എൻ്റെ അകത്തൊരു ഇത് തോന്നിയത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ക്ഷേത്രത്തിൽ പോയാലും അപ്പോൾ തന്നെ ഞങ്ങളുടെ കല്യാണം നടക്കാൻ നേരത്തെ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു, ഈ കല്യാണം നടക്കുവാണെങ്കിൽ ആദ്യം ഉണ്ടാകുന്ന ആള് കുഞ്ഞ് ഉണ്ടാകുന്ന മരിച്ചു, അല്ലെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കും. കാരണം അതും കൂടെ എനിക്കൊന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും അതൊന്ന് മനസ്സിലാകണം. കാരണം ശരിക്കും ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പൂർണ്ണമായും വന്നെന്ന് വേണേ പറയാം, എൻ്റെ അനുഭവം കൊണ്ട്. അപ്പം ഞാൻ ഭയങ്കര നക്ഷത്രങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളായിരുന്നു. അപ്പം ജ്യോത്സ്യത്തിൽ ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ അമ്മയുടെ മൂത്ത ബ്രദർ ഒരു ജ്യോത്സ്യനായിരുന്നു. അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് കണക്ക് കൂട്ടി കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. എന്തുവാ ഈ കബഡി നിരത്തിയവരെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ മദ്രാസിൽ നിൽക്കുന്ന പശുവിനെ നഷ്ടപ്പെട്ടു പോയ ആ പശു ഇവിടെ വരും, അതുപോലത്തെ ഭയങ്കര കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിശ്വാസമൊക്കെ തലയിൽ കയറി കേട്ടോ. അച്ഛനും ഭയങ്കര ജ്യോത്സ്യത്തിൽ വിശ്വാസം ഉള്ള ആളാണ്. അപ്പം രാഹുകാലമൊക്കെ നോക്കി ഇറങ്ങത്തുള്ളായിരുന്നു. ഭയങ്കര രാഹുകാലമൊക്കെ നോക്കുന്ന ആളായിരുന്നു. ഇനി ഒരു രാഹു സമയത്ത് പോയാൽ നീ ജയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഞാൻ വെല്ലുവിളിച്ച സമയമുണ്ട് എൻ്റെ മുന്നിൽ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മകയിര നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രം ഇദ്ദേഹത്തിന്റെ നക്ഷത്രം പൂര നക്ഷത്രം. അപ്പൊ മകയിരവും പൂരവും കൂടെ ഒരിക്കലും കല്യാണം നടക്കരുത്. 7ാം നാളാണ്. അപ്പോൾ തന്നെ എല്ലാ അധമമാണ്, പൊരുത്തമില്ല. അതുകൊണ്ട് ഈ കല്യാണം നടന്നാൽ ആരെങ്കിലും ഒരാൾ മരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്നേരം ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തില് ഒന്നുകിൽ ഒരു നാരങ്ങാമാല കെട്ടണം, അല്ലെങ്കിൽ സ്വർണ്ണ താലി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് വല്ലം വെച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ചെയ്യാമെന്ന്. ഞാൻ അന്ന് ഉള്ളിന്റെ ഉള്ളിൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഇദ്ദേഹത്തെ പ്രസാദിപ്പിക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ അങ്ങ് പിടിച്ചു നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ചെയ്യേണ്ട ഐഡിയ അത്. നമ്മൾ പിന്നെ ചെയ്യാം, ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു സാരമില്ല, അങ്ങനൊന്നും സംഭവിക്കത്തില്ല, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ പിന്നെ അത് ചെയ്തില്ല. എന്നിട്ടാണ് അപ്പം ഈ 7ാം നാള് ഇത് കല്യാണം നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും ഈ കല്യാണം അങ്ങ് നടന്നപ്പോഴും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ പറയും, ദൈവമേ നീ സൃഷ്ടാവാണല്ലോ എന്നൊക്കെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ കരടും പൊടിയൊക്കെ എന്തോ ചെറുതായിട്ടൊക്കെ ഒരു അറിയാം. എന്നാലും അത്ര വിശ്വാസമൊന്നും എനിക്കില്ല. പിന്നെ ഈ ക്രിസ്ത്യാനികളോട് ഇഷ്ടവുമില്ല. അതുകൊണ്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ആ തീർത്ഥമൊക്കെ കുടിച്ച് ഇദ്ദേഹം കുടിക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആ സ്നാന ക്ലാസ്സിന് ഇദ്ദേഹം വരാമെന്ന് പറയും. എന്തോ പറഞ്ഞാലും ചെയ്യാമെന്ന് പറയും. അങ്ങനെ ക്ലാസ് കേൾക്കാൻ പോയി. അപ്പോൾ ആ സ്നാന ക്ലാസ് കേൾക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞു, ദൈവമേ ഇന്ന് ഞങ്ങളുടെ സ്നാനം കൂടെ അങ്ങ് നടക്കണേ. അത് നടക്കത്തില്ല, അത് അസാധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ട സമയം മുതൽ എല്ലാം വീര്യപ്രവൃത്തികൾ നടന്നെന്ന് വേണേ പറയാം. ഈ വീര്യപ്രവൃത്തി എന്ന് പറയുന്നത് മരിച്ചതിനെ ജീവിപ്പിക്കുന്ന അല്ലെ വീര്യപ്രവൃത്തികൾ അല്ലേ. അപ്പം ഇപ്പം അല്ലാത്തത് എന്താ, പിന്നെ അതിനൊരു പറയുമല്ലോ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും. ഈ അത്ഭുതമല്ല, ശരിക്കും വീര്യപ്രവർത്തികളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് മൊത്തം. കാര്യം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് പറയുമെങ്കിൽ അത് ഇപ്പൊ തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഉള്ളിലെ കണ്ണുനീരും പ്രാർത്ഥനയും. ഇദ്ദേഹം ഒരു കാരണവശാലും വിശ്വാസത്തിൽ വരാൻ ഭയങ്കര പ്രയാസമാണ്. ഇവരുടെ വീട്ടിൽ 9 മക്കളാണ്. ഈ 9 മക്കളുള്ളതിൽ ഇദ്ദേഹമായിരുന്നു ഏറ്റവും എല്ലാവരും
എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കുകയും കൈയൊക്കെ കൊടുക്കുമെങ്കിലും ഇനി വീട്ടിൽ പെന്തക്കോസുകാർ വന്നാലൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പോകുമ്പോൾ പറയും, സുജി എനിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമൊന്നുമില്ല എന്നോട് പറയുമായിരുന്നു. അപ്പം ഇനി മറ്റുള്ളവർ വരുമ്പോഴും പറയും, അയ്യോ ഇവിടെ ഒരു പാസ്റ്റർ വരും, നിങ്ങൾ വരണം കേട്ടോ ആ സമയത്ത് കേട്ടോ, നല്ല പ്രസംഗമോ, നല്ല ഇതാവും, നല്ല മാനസാന്തരപ്പെടാനില്ല നല്ല പറ്റിയ സംഭവം ആ പാസ്റ്റർ എന്നൊക്കെ പറയും. പക്ഷെ പുള്ളിക്ക് വേണ്ട, ഈ ഇലയിൽ കറി വേണ്ട എന്നുള്ള ഒരു സംഭവം. അപ്പം ചുരുക്കം പറഞ്ഞ് എന്നോട് പറഞ്ഞ് പോകാം, നമുക്ക് പോകാം, നിനക്ക് സന്തോഷമാണെന്ന് പോകും. ഞങ്ങൾ കർത്താവേ ഇന്ന് അവിടെ സ്നാനപ്പെട്ടിട്ടേ ഞങ്ങൾ വരാവേ. ഞാൻ വിശ്വാസത്തോടെ ഞാൻ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് പോയി. അന്നേരത്തെ ആ മാനസികമൊക്കെ അങ്ങ് തകർന്നിരിക്കുക മനസ്സ്. കാര്യം ഈ സഹോദരങ്ങളെല്ലാം യേശുവിനെ കണ്ടു. ഇന്ന് യേശു വന്നാൽ ഞാൻ പോകത്തില്ല, ഞാൻ നിത്യ നരകത്തിൽ പോകും എന്നുള്ള ഒരു ഹൃദയത്തിൽ വേദന എന്നെ ഭരിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹവും കൂടെ ഞങ്ങളും കൂടെ ഒരുമിച്ച് നിന്നാൽ എൻ്റെ വീട്ടിലെ എല്ലാ സഹോദരങ്ങളുമായിട്ട് ഒരു സമാധാനം എന്ന് വെച്ചാൽ യേശുവിനെ കണ്ടായിട്ട് ഒരു ഒന്നിച്ച് നിൽക്കാമല്ലോ. പണ്ട് അപ്പച്ചൻ വാര്യവരെ യോനാച്ചനപ്പച്ചൻ പറഞ്ഞത് നിവൃത്തിയാവുമല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് സ്നാന ക്ലാസ് കേട്ടു. അപ്പോൾ ഒരു 10-20 പേരോളം ഉണ്ടായിരുന്നു അല്ലേ സ്നാനത്തിന്. അപ്പം ഇവര് സ്നാനപ്പെടാൻ കോഴഞ്ചേരി ആറ്റിൽ ആ പിന്നെ പാലത്തിന്റെ ലെഫ്റ്റ് സ്നാന ക്ലാസ് കേട്ടിരുന്നപ്പോൾ തന്നെ അത് കഴിഞ്ഞപ്പം അവർ സ്നാനപ്പെടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് അതൊന്ന് കണ്ടേച്ച് വരാന്ന് പറഞ്ഞു. അങ്ങനെ കാണാനായിട്ട് നമുക്ക് എന്താ പോകുന്നതിന് ആരെല്ലാം കാണാൻ പോകുന്നു, ഉത്സവ പറമ്പിലൊക്കെ എത്ര പേര് പോയിരിക്കുന്നത് പോലെ എന്ന പോലെ ഉള്ളൂ. പക്ഷെ ഞാനങ്ങ് വല്ലാത്ത വേദന എനിക്ക് മനസ്സിലങ്ങുണ്ട്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ആ സ്നാനം കൂടെ ഒന്ന് കാണാൻ പോകാം. അതിനെന്താ പോകാം. ഞങ്ങളൊരു ബൈക്കും എടുത്ത് അവരുടെ പുറകെ പോയിട്ട് ഇവരെല്ലാം ഇങ്ങനെ സ്നാനപ്പെടുത്ത കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സ്നാനവും ഇതും എല്ലാം കുറേയൊക്കെ കണ്ടതല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഓരോ പറയുകയും അങ്ങനെ സ്നാനപ്പെടുത്തുകയും അല്ലെ സ്നാന ക്ലാസ്സൊക്കെ ഇട്ട് എൻ്റെ അകം മൊത്തം അങ്ങ് വല്ലാത്ത വിഷമമാണ്. അപ്പോൾ അന്നേരം ചോദിച്ചു, ഇനി ആരെങ്കിലും സ്നാനപ്പെടാൻ തയ്യാറുണ്ടോ? അപ്പം എന്നോട് പറയാ ഇദ്ദേഹം അത് കേട്ടിട്ടുള്ള ഇദ്ദേഹം എന്നോട്, സുജി അബദ്ധമൊന്നും കാണിച്ചു കളയല്ലേ, പിന്നെ നീ എന്നും അവർ പറയുന്നത് കേട്ട് നീ ഇറങ്ങരുത് കേട്ടോ. അഥവാ നിനക്കങ്ങനെ സ്നാനപ്പെടാനാകും, ദൈവം നിന്നോട് അങ്ങനെ നീ പറയുന്നൊക്കെ പല കാര്യങ്ങളും ഞാൻ അത് കേൾക്കും, പിന്നെ അതെനിക്ക് സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നീ അബദ്ധമൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ നീ ഒരു വിശ്വസ്തനായ ദൈവമാണ്, നീ സത്യമാണെങ്കിൽ ഇന്ന് നിന്റെ മകനോടൊന്ന് ഇടപെടണേ എന്ന് ഞാൻ പറയല്ല, ഇദ്ദേഹത്തോട് ഞാൻ പറയത്തില്ല. അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടോ എന്നവിടെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങ് അകം മൊത്തം ഞാൻ പറഞ്ഞില്ല ഉരുകുക. ഇന്നൊരവസരം എനിക്ക് തരണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അത്ര നിനക്ക് പിന്നെ ഇദ്ദേഹം എന്നോട് പറയാം, പുള്ളിക്ക് സ്വസ്ഥതയില്ല. അദ്ദേഹം എന്നോട് പറയാം, എടി അങ്ങനെ അത്ര നിർബന്ധം നിനക്ക് നിന്റെ ഹൃദയത്തിൽ വിഷമം വല്ലോ, എൻ്റെ മുഖം കാണുമ്പോഴേ ഇദ്ദേഹത്തിന് എല്ലാ ലക്ഷണങ്ങളും പിടിക്കും. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സങ്കടമുണ്ട്, എന്നെ വിഷമിപ്പിക്കരുത്. ദൈവത്തോടുള്ള ഇതെല്ലാം ദൈവത്തെക്കുറിച്ച് ഒന്നും പാവത്തിന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ ആ സത്യം അറിഞ്ഞാൽ പെട്ടെന്ന് പുറത്തു വരത്തില്ലേ. അപ്പം എനിക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ല, ആ ഉള്ളതിനകത്ത് എത്രയൊക്കെ കേട്ട അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ തുടർന്നുകൊണ്ടിരുന്നു, എൻ്റെ ദൈവത്തിന് സകലവും കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം എന്നെ ഇങ്ങനെ ഭരിക്കുക. അന്നേരം പിന്നെ പറയാം, അല്ല നിനക്ക് അങ്ങനെ വല്ലതും തോന്നുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മൂത്ത അച്ചാച്ചൻ പിന്നെ ബോംബെയിൽ നിന്ന് വരട്ടെ, ഇളയ അച്ചാച്ചൻ കണ്ടന്ന് സ്റ്റേറ്റ്സിലും കണ്ടായിരുന്നല്ലേ, അങ്ങനെ കണ്ടായിരുന്നല്ലേ. അപ്പം അവരും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് സ്നാനപ്പെടാം എന്ന് പറഞ്ഞു. എന്റെ ലക്ഷ്യം സ്നാനപ്പെടുക എന്നുള്ളത്, അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അന്നേരം ഞാൻ അങ്ങ് തിരിയുമല്ലോ. അന്നേരം ഞാൻ പറയും, കർത്താവേ നിന്റെ ഇഷ്ടം എന്താണോ അത് സാധ്യമാക്കണമേ ദൈവമേ എന്ന് അങ്ങ് അകത്ത്. അപ്പം അന്നേരം പറഞ്ഞു, മോനെ ഇദ്ദേഹത്തോട് ഇടപെടുക ദൈവം. അദ്ദേഹം വെള്ളത്തിൽ നിന്നോട്ട് ചോദിച്ചു, ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടോന്ന് ചോദിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ എന്റെ ചെവിയിൽ ഇങ്ങനെ ആരും പറഞ്ഞു, മോനെ നീ അവര് വരാ ഇവര് വരാന്ന് പറഞ്ഞ് നോക്കി വെക്കണ്ട, നിനക്ക് സ്നാനപ്പെടാനുള്ള സമയം ഇപ്പോഴാണ്. ആരും എന്റെ ചെവി പറയുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ അപ്പൊ ഞാൻ സുജിയോട് പറഞ്ഞു, സുജി ഒരു കാര്യം ചെയ്യാം, എന്നോട് ആരാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ നീ സ്നാനപ്പെടും, മോനെ നീ ഇപ്പൊ സ്നാനപ്പെടാൻ പറയും, നമുക്ക് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷെ സിജി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് സിജിക്ക് സ്നാനപ്പെടണം, പക്ഷെ സ്നാനപ്പെടുന്നത് എന്റെ കൈ ഒരുമിച്ച് സ്നാനപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ടോ, ഞങ്ങൾ എന്ത് പറയുന്നത് അതുപോലെ അക്ഷരം പ്രതി അത് നടക്കണം.
അത് അന്ന് മുതലേ ഇത് കറക്റ്റായിട്ട് നമുക്കറിയാം. ഒത്തിരി മിറക്കിളുകൾ ദൈവം ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നുകൊണ്ട് ഈ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും ഇനി സ്നാനപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച ഉടനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെവിയിൽ ആരാണ്ട് സംസാരിക്കുന്ന പോലെ തോന്നി, മോനെ നീ ഇപ്പം തന്നെ സ്നാനപ്പെടാൻ പറഞ്ഞു, ഇപ്പോഴാണ് നിന്റെ സമയം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ സുജിയോട് പറഞ്ഞു, സുജി നമുക്ക് ഇപ്പം തന്നെ സ്നാനപ്പെടാമെന്ന് സുജിയോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കൈപിടിച്ച് ദേവാസനെ ഞങ്ങൾ സ്നാനപ്പെടാറുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം നമ്മളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് സ്നാനപ്പെടുത്തി, രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് സ്നാനപ്പെടുത്തി. അത് ഞാൻ അങ്ങനെ അത് കർത്താവിനോട് പറഞ്ഞേ, കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്നാനപ്പെടണം, കാരണം ഞാൻ ഇദ്ദേഹത്തെ ധിക്കരിച്ചു, ഇദ്ദേഹത്തോട് അനുസരണക്കേട് കാണിച്ചു പോയി എന്ന് വരല്, ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് നീ സ്നാനപ്പെടുത്തണം കർത്താവ് എന്ന് പറഞ്ഞു. ആ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് ഞങ്ങൾ കയറിയപ്പോൾ എല്ലാവർക്കും സ്നാനം കഴിഞ്ഞ് തോർത്ത് കൊടുക്കുന്നു, അത് തോർത്ത് കൊടുക്കുന്നു, ടവല് കൊടുക്കുന്നു തുടയ്ക്കാൻ, അവർക്ക് അവരെ സേഫായിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഒരു ബൈക്ക് മാത്രമുണ്ട്. സ്നാനപ്പെട്ടിട്ട് ഞങ്ങൾ ആ കോഴഞ്ചേരി പാലത്തെ കൂടെ രണ്ടുപേരും കൂടെ വിട്ടടിച്ചങ്ങ് പോയി വീട്ടിലോട്ട് ഞങ്ങൾ എല്ലാവരോടും ബായ് പറഞ്ഞിട്ട്. ചരിത്രത്തിൽ അത് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടായിരുന്നു. കാരണം എല്ലാവരും ഡ്രസ്സോടുകൂടിയല്ലേ പോകുന്നത്. ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഇല്ലല്ലോ, എന്നാ പിന്നെ എന്തായാലും വീട്ടിൽ പെട്ടെന്ന് ചെല്ലും. അത് ഞങ്ങൾ മാരാമണ് താമസിക്കുന്ന സമയം. അങ്ങനെ ഞങ്ങൾ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഈ കോഴഞ്ചേരി പാലം ടൗണിൽ കൂടെ തന്നെ വീട്ടിൽ ചെന്ന് കയറി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പൊ ഈ കർണാടക ഭാഷയൊക്കെ അന്തിച്ചു പോയി, കാരണം എപ്പോഴും വരികയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമല്ലേ. അപ്പൊ അവർക്ക് പോലും ഒരു ഇന്നാണെ നമുക്കത് വിഷമമായനെയോ പാവം പാസ്റ്റങ്ങളെ കൊണ്ട് സ്നാനപ്പെടുത്തിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്ത വന്നേ. അന്ന് അതൊന്നും അറിയത്തില്ല, പക്ഷെ അന്നായിരുന്നു കർത്താവിന്റെ ടൈം. അപ്പൊ അതുകൊണ്ട് അങ്ങ് സ്നാനപ്പെട്ടു. പിന്നെ ആ സ്നാനം കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസങ്ങളും ഇദ്ദേഹം പിന്നെ ഗണപതിയെ കൊണ്ടും സരസ്വതിയെ കൊണ്ടും സകല പാട്ടുകളും പഠിപ്പിക്കുകയെല്ലാം ചെയ്ത് ഞാനും പഠിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാട്ടിക് മ്യൂസിക് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പൊ അതെല്ലാം ഹൈന്ദവ ദൈവങ്ങൾ അല്ലെങ്കിൽ 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ദൈവങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അതുവരെയും അത് നമ്മുടെ ദൈവമാണെന്നും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ യേശു ക്രിസ്തു സത്യമാണെന്ന് അകത്തൊരു ചെറിയ ബോധം വന്നപ്പോഴാണല്ലോ ഈ സ്നാനപ്പെടാനിടയായത്. പക്ഷെ ആ ബോധം വന്നപ്പോൾ മനസ്സിലായി ദൈവത്തിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അപ്പൊ ഒരു കാര്യം, നമ്മൾ ഈ പഴയ കാലത്ത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞൊരു പാഠം പഠിക്കണമായിരുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ. കൃഷ്ണൻ ഹിന്ദുക്കളുടെ ദൈവമാണെന്നും പറഞ്ഞ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, മാർക്ക് കിട്ടത്തില്ല. അപ്പൊ അവരത് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്നാ ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ നമ്മുടെ പ്രൊഫഷനായിട്ട് മാത്രം കണ്ടാൽ മതി, ദൈവമായിട്ട് കാണണ്ട, കാരണം ജീവിതം കഴിച്ചു പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിപ്പിക്കാന്നും പറഞ്ഞു അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവമായിട്ട് പിന്നെ കണ്ടില്ല, അതൊരു പ്രൊഫഷണലിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തോട്, നമ്മുടെ നാവ് കൊണ്ട് ഈ ദൈവങ്ങളെ സ്തുതിക്കുകയും നമ്മൾ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ വന്നിട്ട് യേശുവിനെ അകത്തോട്ട് സ്വീകരിച്ച് യേശുവിനെ സ്ഥാപിച്ചു കഴിഞ്ഞു, യേശു രാജാവായിരിക്കുമ്പം വേറെ രാജാക്കന്മാരൊന്നും നമുക്ക് വേണ്ട, അത് ശരിയല്ല. ഇനി നമ്മൾ ഈ രാവിലെ വൈകിട്ടും പൊത്തുവരുത്തം പ്രാർത്ഥനയും പോരാ, നമ്മളെ വിളിച്ച വിളി അതുപോലാണ്. നമ്മൾ ഈ ഇടവിടാതെ പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ, സിജി ഇതിനപ്പുറം ഒന്നും നീ എന്നെ പ്രതീക്ഷിക്കണ്ട, നിന്റെ വിചാരം ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് കക്ഷത്ത് ബൈബിളും വെച്ച് ഒരു പാസ്റ്ററായിട്ട് മുന്നോട്ട് പോകണമെന്നായിരിക്കാം നിന്റെ വിചാരം, എന്നെ അതിന് കിട്ടത്തില്ല എന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ സാരമില്ല, ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹത്തെ. ഞാൻ പറഞ്ഞു സാരമില്ല ചേട്ടാ, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമല്ലേ ഇത്രയും നമ്മളെ കൊണ്ടുവന്ന്. അപ്പോഴും ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ എൻ്റെ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കരച്ചിലാണ്. എനിക്ക് വേറെ ചിലപ്പം എല്ലാ പ്രതികൂലങ്ങൾ വന്നാൽ ഞാൻ ആ പ്രതികൂലത്തെ വലിയ കാര്യമായിട്ട് കാണത്തില്ല. പക്ഷെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വിളിയുണ്ടെങ്കിൽ ആ വിളിയോടുള്ള ഒരു നമ്മളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും, കാന്തോ ഇരുമ്പ് പോലെ കർത്താവിലേക്ക് നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനയൊന്നും ഇത് പോരാ, ഇങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്, രാവിലെ വൈകിട്ടും ജസ്റ്റ് ഒരു പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കണം, ഇതിനപ്പുറം ഒരു പാസ്റ്റാക്കാനൊന്നും എന്നെ നീ ചിന്തിക്കണം. അപ്പോഴും ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2 വർഷം കഴിഞ്ഞു അടിക്കടി വിഷയങ്ങൾ ഓരോന്നായിട്ട്. അസാധാരണമായ ജീവിതാനുഭവങ്ങളുടെ വിശ്വാസത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ
ഒരു കഥയാണ് നമ്മളോട് പ്രിയ കർത്താവിൻ്റെ ദാസൻ കിഷോർ പാസ്റ്ററും സിജി സിസ്റ്ററും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായ പാതകളിലൂടെ, കൃത്യമായ വഴിത്താരകളിലൂടെ നയിക്കുന്നതിൻ്റെ ആ തീവ്രമായ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നാനപ്പെട്ട ഈറൻ തുണികളോടുകൂടെ കോഴഞ്ചേരി ടൗണിലൂടെ ഒരു ബൈക്കിൽ യാത്ര ചെയ്ത മറ്റൊരു കുടുംബവും കാണത്തില്ല. ഇവർ രണ്ടുപേരും ഒന്നിച്ച് കരം പിടിച്ച് സ്നാപകൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് സ്നാനപ്പെട്ട് അവിടെ നിന്ന് ബൈക്കിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോയതുവരെയാണ് നമ്മൾ ഈ ചരിത്രം കേട്ടത്. എന്നാൽ ഇതിവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രവുമല്ല, നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ യുയോമയ സഭയുടെ ചരിത്രം അതും കൂടെ അവരുടെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് അവർ പറയും. നമ്മൾക്കത് കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുക.